പ്ലേ. അപ്പൊ അത് പ്ലേ ചെയ്യാം. ഡിസ്ക്ലെയ്മർ. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന അവതാരകർ, അതിഥികൾ, മത്സരാർത്ഥികൾ, മറ്റു വ്യക്തികൾ പ്രകടിപ്പിക്കുന്ന പ്രസ്താവനകൾ, വിമർശനങ്ങൾ, അഭിപ്രായങ്ങൾ, ആംഗ്യങ്ങൾ എല്ലാം അവരുടെ മാത്രം അഭിപ്രായങ്ങളാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രേക്ഷകരും മത്സരാർത്ഥികൾ പ്രകടിപ്പിക്കുന്ന കാഴ്ചപ്പാടുകൾ, അഭിപ്രായങ്ങൾ അവരുടെ മാത്രം സ്വാതന്ത്ര്യമാണ്. ഈ പരിപാടിയുടെ ഉള്ളടക്കം ഒരു വ്യക്തിയോ സ്ഥാപനങ്ങളെയോ തൊഴിലിനെയോ അപമാനിക്കാനോ ഹനിക്കുവാനോ ഉദ്ദേശിച്ചുള്ളതല്ല. മഴവിൽ ബിഗ് ബോസ് സീസൺ മെമ്പേഴ്സോ മഴവിൽ ടീമോ യാതൊരുവിധ ഗ്രൂപ്പിസമോ ഫേവറിസമോ ഒരു കണ്ടസ്റ്റന്റോടും ഇവിടെ കാണിക്കുന്നതല്ല. ഓക്കെ, വെൽക്കം ടു മഴവിൽ ബിഗ് ബോസ് സീസൺ 1 പ്രസന്റഡ് ബൈ ടീം മഴവിൽ. അപ്പോ ഇന്ന് സന്തോഷത്തിന്റെ രാവാണ്. നമ്മളുടെ യാത്ര തുടങ്ങിയിട്ട് ഇന്ന് 20 ദിവസം തികയുന്നു. നിങ്ങളിപ്പോ യാത്ര തുടങ്ങി ഇന്ന് 17 പേരിൽ 20ാമത്തെ ദിവസം എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതിൽ കുറച്ചു പേർ നമ്മൾ നിന്ന് വിട പറഞ്ഞു പോയി. അത് അതിന് താഴെ വെക്കാം. പിന്നെ അല്ലെങ്കിൽ ബ്ലൗസിന് വല്ല ശനിയാഴ്ച മ്യൂട്ട് ചെയ്യ് ശനിയാഴ്ച മ്യൂട്ട് ചെയ്യ്. നമ്മളെ വേദനിപ്പിക്കുന്ന കുറച്ച് നിമിഷങ്ങൾ ഉണ്ടായി. നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന ഈ യാത്രയിൽ കുറച്ച് ദിവസം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ എതിരാളികൾ, നമ്മുടെ സുഹൃത്തുക്കൾ ഈ വീടിന്റെ പടി ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട്. അത് നമ്മളെ വേദനിപ്പിക്കുന്ന കുറച്ച് നിമിഷങ്ങളാണെങ്കിലും നിങ്ങളിൽ 15 പേർ എത്തിച്ചേരാൻ പോകുന്നത് ടിക്കറ്റ് ടു ഫിനാലയിലേക്കാണ്. ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമായിട്ട് ഈ വീട്ടിലേക്ക് കയറി വന്ന 24 പേരിൽ 15 പേർ പ്രേക്ഷകരുടെ സപ്പോർട്ടോട് കൂടി നിങ്ങളുടെ മത്സരത്തിന്റെ ഫലമായി നിങ്ങൾ അടുത്ത ഒരാഴ്ച ടിക്കറ്റ് ടു ഫിനാലെ നിങ്ങൾ കടന്നിരിക്കുകയാണ്. അതിന് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നേരുന്നു. അപ്പോ ഞങ്ങൾ എല്ലാ വീക്കെൻഡും നിങ്ങളെ മാക്സിമം ഈ ഷോയെ ഏറ്റവും നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾ ഗ്രൂപ്പ് മെമ്പേഴ്സും ഞാൻ ആർവി, ധനീഷ്, ഞങ്ങൾ എല്ലാവരും നന്നായിട്ട് ശ്രമിക്കാറുണ്ട്. അതില് എന്തെങ്കിലും ഒരു പാകപ്പിഴകൾ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമ ചോദിക്കുന്നു. അപ്പം നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. മഴവിൽ ബിഗ് ബോസ് സീസൺ 1 പ്രസന്റഡ് ബൈ ടീം മഴവിൽ. ധനീഷ്, ഹലോ, നമസ്കാരം, വന്ദനം, വണക്കം. ഞാൻ നിങ്ങളെ സ്വന്തം ധനീഷ് കൃഷ്ണൻ. അപ്പൊ ധനീഷ്, നമ്മള് ഇന്ന് പ്രത്യേക സിറ്റുവേഷനിൽ ഹോസ്റ്റ് ചെയ്യുക. അപ്പൊ ആദ്യം തന്നെ പറയാ, എന്തെങ്കിലും തെറ്റുകുറ്റം പറയുവാണെങ്കിൽ ക്ഷമിക്കണം. ഓക്കെ ധനീഷ്, നമ്മളിപ്പോ കുറെ വീക്കെൻഡ് ആയിട്ട് നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏറ്റവും മനോഹരമായിട്ട് എല്ലാ എപ്പിസോഡും കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോ അതിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ചെറിയൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്. അപ്പോ ധനീഷ് പറഞ്ഞോളൂ. അപ്പൊ നമ്മള് കഴിഞ്ഞ ആഴ്ച ഞങ്ങള് സംസാരിച്ച ഒരു വിഷയമായിരുന്നു കോഴിക്കോടിന് ഞങ്ങളെ ഒരാള് ഭീഷണിപ്പെടുത്തി. അപ്പൊ ഞങ്ങളത് ആ ഒരു കണ്ടസ്റ്റന്റിനെ ആ കണ്ടസ്റ്റന്റിനെ ഉദ്ദേശിച്ചിട്ട് സംസാരിച്ചത്. പക്ഷെ ഞങ്ങൾ ആ കണ്ടസ്റ്റന്റ് ഇവിടെ ഉണ്ടെങ്കിൽ കേൾക്കുന്നുണ്ടെങ്കിൽ സുബീത്ത് പറയുന്ന നമ്മളെ വിട്ടുപോയ കണ്ടസ്റ്റന്റിനോട് ഞാനും എന്റെ ക്രൂ മെമ്പറും ക്ഷമ ചോദിക്കുന്നു. ഏതെങ്കിലും രീതിയിൽ ഞങ്ങൾ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയോട് ക്ഷമ ചോദിക്കുന്നു. അങ്ങനെ ആ വ്യക്തിയെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് അവിടുന്ന് വന്ന ഒരു റെസ്പോൺസിന് ഒരു ഒരു ബാക്ക് റിയാക്ഷൻ ഇല്ലേ, നമ്മളെന്താ ഓപ്പോസിറ്റ് റിയാക്ഷന് ഈക്വൽ റിയാക്ഷൻ വരുന്ന രീതിയിലുള്ള ഒരു റിയാക്ഷൻ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു സുബിത്തിനോട്, ഞങ്ങളെ സൈഡിൽ നിന്ന് വന്ന മിസ്റ്റേക്ക്. സുബിത്ത് കേൾക്കുന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ സുബിത്ത്, ഇവിടെ നിന്ന് സുബിത്തിനോടൊപ്പം തന്നെ യാത്ര പറഞ്ഞ ഒരുപാട് കണ്ടസ്റ്റൻസ് ഉണ്ട്. ഇനി ആ കണ്ടസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഗെയിം ഇവിടെ കഴിഞ്ഞു. ക്രൂ മെമ്പേഴ്സ് ആയാലും എന്തായാലും അതുപോലെ തന്നെ കണ്ടസ്റ്റൻസും അവരുടെ പേര് ഒരു നെഗറ്റീവ് രീതിയിൽ ഷോയിലേക്ക് വലിച്ചഴക്കാതിരിക്കാൻ എല്ലാവരും ശ്രമിക്കുക. അവരുടെ ഗെയിം അവിടെ കഴിഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ ഗെയിമായിട്ട് മുന്നോട്ട് പോവുക. മാത്രമല്ല ധനീഷ്, ഇന്ന് നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ്. നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് വോക്കൗട്ട് ചെയ്തിരിക്കുകയാണ്, അല്ലെ? സരിത എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് വോക്കൗട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഷോയില്
ഒരാള് നമ്മള് ഓഡിഷൻ ചെയ്തിരുന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നതാണ്, ദയവ് ചെയ്ത് ഞങ്ങളുടെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യരുത്. ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ എന്ത് തന്നെ വന്നാലും എല്ലാവരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, എന്ത് വന്നാലും വർക്ക്ഔട്ട് ചെയ്യില്ല, ഞങ്ങൾ ഈ ഷോയിൽ നിന്ന് ക്വിറ്റ് ചെയ്യില്ല എന്നുള്ളത് നിങ്ങൾ ഞങ്ങൾക്ക് തന്ന ഒരു വീഡിയോ കൺഫർമേഷൻ ആണ്, നിങ്ങളുടെ ഒരു വാക്കാണ്, നിങ്ങൾ ഞങ്ങൾക്ക് തന്നൊരു ഉറപ്പ്. ആ വാക്ക് നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്ന വാക്ക് പാലിക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കും. അത് നിങ്ങൾക്ക് വേണ്ടി കൂടി തന്നെയാണ്. നിങ്ങളുടെ ഒരു അവസരമാണ് അവിടെ നഷ്ടപ്പെടുന്നത്. അപ്പോ ഒരു ചെറിയ കാര്യമാണ് അത്, നമുക്ക് അവിടെ സംസാരിച്ച് സോർട്ട് ഔട്ട് ചെയ്യാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു സംസാരിക്കാനുള്ളൊരു ഇതുപോലും കാണിക്കാത്ത ഒരു വ്യക്തി വോട്ട് ചെയ്തു, അതവിടെ കഴിഞ്ഞു. ഇനി ഒരിക്കലും ആ ഒരു കണ്ടസ്റ്റന്റിന്റെ പേര് പറഞ്ഞ് ആ ഒരു വ്യക്തിയെ നമ്മുടെ ഷോയിൽ ഇൻസൾട്ട് ചെയ്യരുത്. അത് എല്ലാ കണ്ടസ്റ്റന്റിനോടും പറയുന്നതാണ്. ഇനി ഒരിക്കലും അവരെ കളിയാക്കുന്ന രീതിയിലോ ഉള്ള സംസാരമോ കാര്യങ്ങളോ ഒന്നും ഗ്രൂപ്പിൽ ഉണ്ടാകാൻ പാടുള്ളതല്ല. കാരണം അവരുടെ ഗെയിം കഴിഞ്ഞ് അവർ പോയി. അവർ നമുക്കൊരു എക്സ് കണ്ടസ്റ്റന്റ് മാത്രമാണ്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾ അതിന് നിയമലംഘനം നടത്തുമ്പോൾ അതിൻ്റെതായ പണിഷ്മെന്റ് എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഫിനാലയിലേക്ക് അടുക്കും തോറും നിങ്ങൾക്ക് തരുന്ന പണിഷ്മെന്റുകൾ ഞങ്ങൾ ഇളവുകൾ നൽകിയിട്ടുമുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയില്ല. ഞങ്ങളുടെ കയ്യിൽ ഞങ്ങൾക്ക് മാക്സിമം, ഞങ്ങൾ പലതും കണ്ടില്ല എന്ന് നടിക്കുന്നുണ്ട്, മാക്സിമം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിച്ച് ഞങ്ങൾ മാക്സിമം ഇളവുകൾ ഞങ്ങൾ തന്നിട്ടുണ്ട്. ഇത് നമ്മൾ പലപ്പോഴായിട്ട് വാണിംഗ് കൊടുത്ത ഒരു കാര്യമാണ്. അവർക്ക് എന്തുകൊണ്ട് മൈനസ് കൊടുത്തു എന്ന് ക്ലിയർ ആക്കി കൊടുത്തിട്ടും അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല. അപ്പോ അതുകൊണ്ട് ഒരു സംഭവിച്ചൊരു വർക്ക്ഔട്ട് ആണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മളൊരു ഷോയുടെ ഭാഗം, ഇപ്പൊ നമ്മളൊരു സ്കൂളിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവിടേതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. നമ്മൾ അവിടെ നിൽക്കുന്നിടത്തോളം കാലം അതനുസരിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. അത് മാത്രം ഓർമ്മയിൽ വെക്കുക. ഇനിയുള്ളത് ഒരാഴ്ച മാത്രമാണ്, നിയമലംഘനങ്ങളൊന്നും ഉണ്ടാകാതെ ഞങ്ങൾ മാക്സിമം ഇളവുകൾ തരാം. സന്തോഷത്തോടെ മുന്നോട്ട് പോവുക. അപ്പൊ ധനീഷ്. അതെ, അപ്പൊ ഇത്രയും കാര്യം ഇപ്പം സംസാരിച്ച ഇതില് ഒന്നും കൂടി ഒരു കാര്യം ആഡ് ഓൺ ചെയ്യാം. നിങ്ങളെ അഗ്രിമെന്റ് നമ്മളൊരു റൂൾ എഴുതിയായിരുന്നു, ഇൻ കേസ് നിങ്ങൾ വാക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെനാൽറ്റി വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ പെനാൽറ്റി ചെയ്യണമെന്ന്. പക്ഷെ ആ സമയത്ത് ഞങ്ങൾ ചിന്തിച്ച ഒരു കാര്യം, നിങ്ങളെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് ക്യാഷ് വാങ്ങിച്ചിട്ട് ഒരു കാര്യം നേടാനില്ല. അപ്പൊ ഞങ്ങൾ ചിന്തിച്ച ഒരു കാര്യം, ഒന്നെങ്കിൽ ഈ പറയുന്ന ക്യാപ്റ്റൻ പണിഷ്മെന്റ് കൊടുക്കട്ടെ. പക്ഷെ ഈ പറയുന്ന കണ്ടസ്റ്റന്റ് പോയിട്ട് ആ കണ്ടസ്റ്റന്റ് വിളിച്ചുകൊണ്ട് വന്ന് പണിഷ്മെന്റ് കൊടുക്കുന്ന ആവശ്യം. അപ്പൊ ആ ഒരു റൂള് ഞങ്ങൾ എന്തായാലും മാറ്റി വെച്ചേക്കും. പക്ഷെ ഇനി മാറി പോയാൽ അത് ഈ ഷോനെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന വ്യക്തി, പക്ഷെ ഞങ്ങളത് ഒഴിവാക്കിയിരിക്കുകയാണ്. ആ റൂള് ഒഴിവാക്കി വെച്ചേക്കുക. അപ്പൊ ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്, ഇന്ന് 20ാമത്തെ ദിവസം, നമ്മൾ തുടങ്ങിയത് ജൂലൈ 21, ഇന്ന് 20 days നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോരുത്തരുടെയും കഴിവാണ്, ഓരോരുത്തരുടെയും കഴിവുകൊണ്ടാണ് 20 ദിവസം പൂർത്തീകരിക്കാൻ പറ്റിയത്. ഇനിയുള്ളത് ഒരാഴ്ച മാത്രം. ഞാൻ നിങ്ങളോട് ഒരു കാര്യം നിങ്ങളെ കണ്ടസ്റ്റന്റിന് ഒരാളോട് ഈ ഓഡീഷൻ കഴിഞ്ഞ് ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ്, ഓപ്പർച്യൂണിറ്റി നോക്സ് വൺസ് ഇൻ എ ഡോർ. എപ്പോഴും അത് വന്ന് മുട്ടത്തില്ല. ഈ പറയുന്ന നമ്മൾക്ക് പൈസ കിട്ടുന്ന കാര്യമാണെങ്കിലും ശരി, ഓപ്പർച്യൂണിറ്റി ആണെങ്കിലും ശരി, അത് എപ്പോഴും ഒന്നും വരത്തില്ല. ഒരേ ഒരു വട്ടായിരിക്കും പറഞ്ഞ ലൈഫിൽ. അതിനെ നിങ്ങൾ ചവിട്ടി വിടുമ്പോൾ അതൊരു ഡിസ്റെസ്പെക്ട് പോലെ. അത് എല്ലാരും കൂടി ഓർത്ത് മുമ്പോട്ട് പോവാ. ഇത് നിങ്ങളെ ഷോയാ, നിങ്ങളെ ഷോയാ. നിങ്ങളെ തീരുമാനിക്കുന്ന എങ്ങനെ കൊണ്ടുപോകണം, എത്ര ഹിറ്റ് ആക്കണം. ഈ ഷോ ഞാൻ പറയാം, ഈ ഷോ ഏറ്റവും ഹിറ്റായി ഓടുന്ന ഷോയാ ഇപ്പൊ. ഇതിന് ഓപ്പോസിറ്റ് എന്ത് ഷോ കൊണ്ടുവന്നാലും ഈ ഷോ ഇപ്പൊ ഹിറ്റായി ഓടുന്നത്. നിങ്ങൾ ചിന്തിക്കണ, നിങ്ങൾ ഇവിടുത്തെ കണ്ടസ്റ്റന്റാ. ഇതിലെ ആദ്യത്തെ വിന്നർ, വാട്സപ്പ് ഗ്രൂപ്പിനെ ബിഗ് ബോസിന് ആദ്യത്തെ വിന്നർ നിങ്ങളിന്ന് ഇപ്പൊ 17 പേരുണ്ട്. ആ 17 പേരിൽ നിന്ന് ഒരാളാവാൻ പോവാ. ആദ്യത്തെ വിന്നർ എന്ന് പറയുന്നത് അത്രയും ചിന്തിച്ചാൽ മതി. അതെ, അത് ചരിത്രം, അത് ഗോൾഡൻ വേർഡ്സ്. ഞാൻ എപ്പോഴും പറയുന്നേ, എന്റെ ബുക്കിൽ ഞാൻ എപ്പോഴും ഗോൾഡൻ വേർഡ്സിൽ കുറെ കാര്യങ്ങൾ എഴുതി വയ്ക്കും. അതില് നിങ്ങളെ പേരും കൂടി ചേർത്ത് വരും. ഇതൊക്കെ മെമ്മറീസാ, ലൈഫ് ലോങ്. ഇനി 10 വർഷം കഴിയാലും നിങ്ങൾക്ക് ഇത് ഓർക്കാൻ വേണ്ടിയുള്ള മെമ്മറീസാ. നിങ്ങൾക്ക് നിങ്ങളെ കുട്ടികളോട് പറയാം, വാട്സാപ്പിൽ ഒരു ബിഗ് ബോസ് ഷോ ഉണ്ടായിരുന്നു, ഞാൻ ഭാഗം നിങ്ങൾക്ക് കഴിഞ്ഞു. അതെ, അപ്പൊ ഇത്രയും കാര്യം ഓർമ്മ വെച്ച് മുമ്പോട്ട് പോവാ. ഇനിയുള്ള ദിവസം ഭയങ്കര അടിപൊളി ദിവസങ്ങളാ.
അതുമല്ല അത്ര ഇമ്പോർട്ടന്റ് ഡേയ്സ്. അപ്പൊ ധനുഷേ, നമ്മള് കഴിഞ്ഞ വീക്ക് നമ്മൾ നോക്കുമ്പോ ഒരു വീക്ക്ലി ടാസ്ക് ഉണ്ടായിരുന്നു അല്ലെ? കുറച്ച് സ്കൂൾ അതെ അതെ പിള്ളേരും ടീച്ചേഴ്സും ഒക്കെ ആയിട്ട് എല്ലാവരും അതെ നല്ല അതെ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് നിന്ന് സത്യം പറഞ്ഞാൽ ചിലരിൽ നിന്നൊന്നും എക്സ്പെക്ട് ചെയ്യാത്ത കുറെ സംഭവങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു. ഭയങ്കരമായിട്ട് സത്യം പറഞ്ഞാൽ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല നിങ്ങൾ ഇങ്ങനെ ചെയ്യും എന്നുള്ളത്. അത് എന്താ പറയാ, നിങ്ങളുടെ ഒരു എഫേർട്ട് എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഒരു ഷോയ്ക്ക് കൊടുക്കുന്ന റെസ്പെക്ട്, ഇതിനെ എത്ര സീരിയസ് ആയിട്ട് കാണുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് നിങ്ങളൊരു വീക്ക്ലി ടാസ്കിൽ നിങ്ങളുടെ പെർഫോമൻസ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. എല്ലാവരും അടിപൊളിയായിരുന്നു, എല്ലാവരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. അതിൽ ബെസ്റ്റ് പെർഫോമേഴ്സ് ആയിട്ട് ധനേഷ്, ജിതിൻ, അശ്വതി, നാസില, ചിന്ത, പ്രിൻസ്, ഇത്ര പേരെയായിരുന്നു തെരഞ്ഞെടുത്തിരുന്നത്. അവർക്ക് ഞങ്ങൾ രണ്ടുപേരുടെയും, ധനുഷിന്റെയും എന്റെയും ഭാഗം പ്രത്യേകം അഭിനന്ദനങ്ങൾ. അപ്പൊ നമുക്ക് അതെ അതെ പറയാനുള്ളത് നോക്കിയാലോ ധനുഷ്? അതെ ജിതിൻ, ആദ്യം നമ്മൾ ജിതിനെ വിളിക്കാം. ജിതിൻ ജിതിൻ ആദ്യം സന്തോഷത്തോടെ തുടങ്ങാൻ ജിതിൻ പോകുന്നുണ്ട്. അതെ ജിതിൻ വീക്കിലി ജിതിനോട് പെർഫോമൻസ് ഒരു കാര്യം എങ്ങനെയുണ്ട്? പറയാനുണ്ട്. ജിതിൻ ജിതിൻ ഈ ആഴ്ച അല്ല, ആദ്യത്തെ ആഴ്ച തൊട്ട് ടാസ്കില് യു ആർ ഫാബുലസ്. ടാസ്ക് അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്, പക്ഷെ അതിൽ ഒരു ടാസ്കും ഇല്ല. പ്രവർത്തനം ചെയ്തിട്ടുണ്ടാക്കി തന്നിട്ടില്ല. ഇന്ന് അതെ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ജിതിൻ ചിരിച്ചോണ്ട് സന്തോഷത്തോടെ അൺമ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ജിതിൻ, വീക്കിലി പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ എന്താ വെച്ചാൽ എനിക്കൊരു ടാസ്കിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് ഫുൾ എഫേർട്ട് കൊടുത്ത് ചെയ്യാനാണ് എനിക്ക് താല്പര്യം. അപ്പോൾ അതിൻ്റെ ഇതിൽ ഞാൻ എന്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാണ് ഞാൻ ചെയ്തത്. പിന്നെ ജയം തോൽവി എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് മാറ്റർ ഓഫ് സെക്കൻഡ്സ് ആണ്. എന്നാലും ഞാൻ ഹാപ്പിയാണ്. ലിജോയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല തോന്നുന്നു. അശ്വതി, അശ്വതി പറയൂ, വീക്കിലി പെർഫോമൻസ് എനിക്ക് അശ്വതി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അശ്വതിയുടെ അപ്പിയറൻസ് ഒക്കെ ഉണ്ടല്ലോ, ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. അശ്വതി ശരിക്കും ഒരു കുട്ടി, എന്താ പറയാ, സൈസൊക്കെ ചെറുതായി പോലെ തോന്നി എനിക്ക്. എന്ത് തോന്നലാണെന്ന് എനിക്കറിയില്ല. ഭയങ്കര രസമുണ്ടായിരുന്നു, ഒരു കുട്ടിയെ പോലെ ഉണ്ടായിരുന്നു. അശ്വതി അത് അതെ അത് ചിലപ്പോഴേ ഞാൻ ആ വീഡിയോ എനിക്ക് എടുത്തു തന്ന ആളുടെ ഒരു കഴിവായിരിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഒരു പെർഫോമൻസ് ആണ്, അപ്പൊ അതിനനുസരിച്ചിട്ട് എനിക്ക് ചെയ്തു തരണം, ബാക്കി ഞാൻ ചെയ്തോളാം, പക്ഷെ ബാക്കിയുള്ള അപ്പിയറൻസ് എല്ലാം നിങ്ങളുടെ കയ്യിലാണെന്ന് പറഞ്ഞപ്പോ കുട്ടി ആള് ചെയ്തതായിരിക്കും. ഉണ്ടായിരുന്നു അല്ലേ അശ്വതിയുടെ 2 പെർഫോമൻസും? അതെ അശ്വതി ഒരു ഈ ജിതിനോട് പറഞ്ഞ കാര്യം തന്നെ പറയാനുള്ളത്. ആദ്യത്തെ ആഴ്ച തൊട്ട് ഇതുവരെ പെർഫോമൻസ് നോക്കുമ്പോൾ അശ്വതിയെ പെർഫോമൻസും നല്ല അടിപൊളി പെർഫോമൻസ്, നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. നാസില, അപ്പൊ ഇതേപോലെ മുമ്പോട്ട് കളിക്കും. നാസില അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റുമോ? ഓക്കെ സംസാരിക്കാം, കുഴപ്പമില്ല. പറയുക, നാസിലയുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? വീക്കിലി ടാസ്ക് നല്ല പെർഫോമർ ആയിട്ട് തെരഞ്ഞെടുത്തതാണ്, എന്താ പറയേണ്ടത്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, എല്ലാരും നന്നായിട്ട് തന്നെ ചെയ്തു. നല്ലൊരു സപ്പോർട്ട് നമ്മുടെ പ്രിൻസിപ്പലിന്റെ ഭാഗത്ത് നല്ല സപ്പോർട്ട് കിട്ടിയിരുന്നു, എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു. സോ നാസിലയുടെ നല്ലൊരു സപ്പോർട്ട് അലൻ കിട്ടുന്നുണ്ടായിരുന്നു. അത് നാസില കൊടുക്കുന്ന സപ്പോർട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. ആ നാസില, നാസിലരും പറയാനുള്ള സംഭവം എന്താന്ന് വെച്ചാല്, ഒരു ഗ്രാഫ് ഉണ്ടായിരുന്നു, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു, അത് പെട്ടെന്ന് കയറി. അതൊരു കോൺസ്റ്റന്റ് ലെവലിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷെ ആ ഗ്രാഫ് പെട്ടെന്ന് അങ്ങ് കയറിയപ്പോ നാസിലയും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതെ, നാസിലയുടെ പെർഫോമൻസ് നമുക്ക് എടുത്തു പറയാൻ നേരത്തെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ ബെസ്റ്റ് പെർഫോമൻസ് അല്ലെങ്കിൽ നന്നായിട്ട് ടാസ്ക് ചെയ്യുന്നവരുടെ നാസിലയുടെ പേരെടുത്ത് പറയാം. കഴിഞ്ഞ ഒരു വീക്ക് പെർഫോമൻസ് നോക്കുമ്പോൾ നാസില ബെറ്ററായി, നല്ല രീതിയിൽ ബെറ്ററായി വന്നിട്ടുണ്ട്. ചിന്ത, ബെസ്റ്റ് പെർഫോമർ അൺമ്യൂട്ട് ചെയ്യൂ, പറഞ്ഞോളൂ. സൂപ്പർ ആയിരുന്നു, എല്ലാരും നന്നായിട്ട് ചെയ്തു. എല്ലാവരും നന്നായിട്ട് ചെയ്തുകൊണ്ടാണ് എങ്ങനെ ചെയ്തു? നമുക്ക് മികച്ചതാവാൻ പറ്റിയത്. ഞാൻ കുഴപ്പമില്ലാതെ ചെയ്തു എന്നാണ് എന്റെ വിശ്വാസം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ചിന്തയുടെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും. ശരിക്കും എന്താ പറയാ, സ്കൂളിലും കോളേജിലൊക്കെ കാണുന്ന ഒരു പ്രിൻസിപ്പളിലെ അത് പ്രിൻസിപ്പൾ വയറൊക്കെ വെച്ചിട്ട് കുറച്ചുകൂടി അടിപൊളിയായിരുന്നു വേറെ. എനിക്ക് ആ ഒരു അപ്പിയറൻസ് ഭയങ്കരമായിട്ട്, ആ സംസാരം, ആ ഫ്ലെക്സ് വെച്ചിട്ടുള്ള സ്റ്റൈലൊക്കെ ഇല്ലേ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളി. കറക്റ്റ് നമ്മളെ സ്കൂൾ മാഷ് പോലെ. ഞാൻ ഇതാരും പരിചയം തോന്നുന്നുണ്ടല്ലോ. പെട്ടെന്നുള്ളൊരു എന്താ പറയാ, 100% ഡെഡിക്കേഷൻ ചിന്ത തന്നെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്താണെന്നുണ്ടെങ്കിലും
ഭയങ്കരമായിട്ട് ഡെഡിക്കേറ്റ് ആയിട്ട് നല്ല രീതിയിൽ എഫേർട്ട് ഇട്ട് ചെയ്തിട്ടുണ്ട്. അതിന് നല്ലൊരു കൈ. താങ്ക്സ്. ഇന്ത്യയോടും പറയാനുള്ളത് ഇത് തന്നെയാ. ഗ്രാഫ് ഒന്ന് താഴോട്ട് പോയായിരുന്നു, പക്ഷെ കഴിഞ്ഞ ടാസ്കിൽ അത് കയറി പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ തന്നെ മുമ്പോട്ട് കളിക്കുക. പ്രിൻസ് അഡ്മിറ്റ് ചെയ്യാൻ പറ്റുമോ? ബിസിമാൻ പ്രിൻസ് ആയിരുന്നു ഏറ്റവും അത്ഭുതം ചെയ്തത്. ഞങ്ങൾ ഈ ഷോ തുടങ്ങുന്ന സമയം തൊട്ട് ഞങ്ങൾക്ക് ഡൗട്ട് ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. ഈ പുള്ളിക്കാരൻ കളിക്കുമോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ പുള്ളിക്കാരൻ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. ഈ ടാസ്കിന്റെ കാര്യമാണ് പറയുന്നത്. എനിക്ക് ബാക്കി കാര്യം അറിയത്തില്ല. ടാസ്കിന്റെ കാര്യം മാത്രമാണ് പറയുന്നത്. ടാസ്ക് ഉഗ്രനായിട്ട് കളിക്കുന്നുണ്ട്. നല്ലൊരു പെർഫോമർ ആണ് പ്രിൻസ്. പ്രിൻസിന്റെ ഭാഗത്ത് നിന്ന് സത്യം പറഞ്ഞാൽ അങ്ങ് ഒരു വീഡിയോ വരുമ്പോൾ തന്നെ പ്രിൻസ് എന്ന് പറയുന്നത് പ്രിൻസ് ആണോ ഇത് എന്നുള്ളൊരു ചിന്ത നമുക്ക് വരും. പ്രിൻസിന്റെ ഭാഗത്ത് നിന്ന് പ്രിൻസിനെ അറിയുന്ന ഒരാളെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല പ്രിൻസ് ഇങ്ങനെയൊക്കെ ചെയ്യും എന്നുള്ളത്. അപ്പോ പ്രിൻസ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് സന്തോഷത്തിൽ നിന്ന് ചെറിയൊരു കനലിലേക്ക് പോയാലോ? അതെ, ഒരു ചെറിയൊരു ഫയർ. പക്ഷേ ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു ആളല്ലേ? ആളില്ല, മനസ്സില്ലല്ലോ. ക്യാപ്റ്റൻ അലൻ മനസ്സില്ലല്ലോ. ഇല്ല ഇല്ല ഇല്ല. അപ്പൊ അത് നമുക്ക് നാളത്തേക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് വേറെ കാര്യത്തിലേക്ക് അജ്മൽ, അമൃത ആൻഡ് അമൃത. ആദ്യം അമൃത അൺമ്യൂട്ട് ചെയ്യട്ടെ. അമൃത പോയി. അമൃതയെ വിളിച്ചത് അമൃത ഓടിപ്പോയല്ലോ. അല്ല അല്ല, എന്റെ നെറ്റ് കട്ടായതാ. ഓക്കെ അമൃത വീഡിയോ ഓൺ ആക്കാമോ? അമൃത ഒരു ചെറിയൊരു ഡൗട്ട് ചോദിക്കട്ടെ. അമൃത ഒരു ഓഡിയോ ഇട്ടായിരുന്നോ? ഏത് വോട്ടിങ്ങിന്റെ കാര്യം പറഞ്ഞു? വോട്ടിങ്ങിന്റെ കാര്യം പറഞ്ഞിട്ട് ഏതോ കണ്ടസ്റ്റന്റ് വന്ന് വോട്ട് ചോദിച്ച കാര്യം. ജിതിനായിട്ട് എന്റെ അടുത്ത് വോട്ട് വെച്ചതല്ലേ? ജിതിനെ പറ്റി അല്ലാതെ ഓഡിയോ ഇട്ടത് ഓർമ്മയുണ്ടോ? ഇതിനറിഞ്ഞിട്ടില്ല. അമൃത ഓഡിയോ ഇട്ടത്. അമൃത ഓഡിയോ ഇട്ട് പറഞ്ഞു പുള്ളിക്കാരൻ വന്ന് വോട്ട് ചോദിച്ചിന്. ധനുഷ് നമുക്ക് ആ ഓഡിയോ പ്ലേ ചെയ്ത് കേൾപ്പിച്ചു കൊടുത്താൽ ചിലപ്പോ ഓർമ്മ ഉണ്ടാവും. അതെ നമുക്ക് ആ ഓഡിയോ പ്ലേ ചെയ്യാം. അമൃതയുടെ ആ ഓഡിയോ ഒന്ന് പ്ലേ ചെയ്ത്. അജ്മലിന്റെ പേരിൽ തന്നെ എന്തോ നമ്പർ എങ്ങാണ്ട് വോട്ട് ചോദിച്ചിട്ടുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നുള്ള പേരില് മെസ്സേജ് അയച്ചു. അപ്പൊ എല്ലാരും പാടെ പൊക്കി തന്നെയാണ് ഇങ്ങനെ രീതിയിൽ പറയണെന്നൊക്കെ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിപ്പോ ആരായിരുന്നു ഇവിടെ ഗ്രൂപ്പിനകത്ത് തന്നെ ആ ഒരു ചർച്ച വന്നിട്ടുണ്ടായിരുന്നു. അജ്മൽ എന്നെ ഇങ്ങനെ ഫേക്ക് അക്കൗണ്ട് ഇവന്റെ പേരിൽ തന്നെ ഇവൻ വേറെ നമ്പർ തുടങ്ങിയിട്ട് വേറെ ഗ്രൂപ്പുകളിലൊക്കെ പോയിട്ട് ഇവന്റെ പേരിൽ തന്നെ ഇവൻ വോട്ട് ചോദിച്ചു എന്നുള്ളത് അത് ലിജോക്കൊക്കെ അറിയുന്ന കാര്യമാണല്ലോ. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ ബിഗ് ബോസ് അല്ലാതെ നിങ്ങൾക്ക് വേറെ ഗ്രൂപ്പ് എന്തെങ്കിലും ഉണ്ടോ അമൃത? ഉറപ്പാണോ? ഈ ഗ്രൂപ്പിൽ മാത്രമേ ഉള്ളൂ? ഈ ബിഗ് ബോസ് പറയുന്ന ഗ്രൂപ്പിൽ മാത്രമാണോ അമൃത നിൽക്കുന്നത്? അല്ലാതെ അമൃത ഈ പറയുന്ന ഫാൻസ് ഗ്രൂപ്പിലോ അല്ല ആർമി ഗ്രൂപ്പിലില്ലേ? ആർമി ഗ്രൂപ്പിൽ എന്റെ പേരിൽ ആർമി എന്നുള്ള ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലാണ്ട് ഞാൻ ആ ഗ്രൂപ്പിൽ നിൽക്കാൻ പാടില്ല. അപ്പൊ അമൃത നമ്മളെ ബിഗ് ബോസ് ഗ്രൂപ്പിൽ മാത്രമേ ഉള്ളൂ? വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വേറെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ഇല്ല? ഇല്ല വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ഇല്ല. അല്ലാതെ ഒക്കെ പേഴ്സണൽ ഗ്രൂപ്പ്സ് ആയിരിക്കും അല്ലേ? ഇത് ഓരോ കണ്ടസ്റ്റന്റിനോട് നമ്മൾക്ക് ചോദിക്കണം ആരവി. ഇത് ഭയങ്കര സീരിയസ് മാറ്റർ. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കുറെ സ്ക്രീൻഷോട്ട് കിട്ടിയിട്ടുണ്ട്. വരുന്നതാണ് എല്ലാവരും പല ഗ്രൂപ്പുകളുടെ കാര്യങ്ങൾ ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന ഞങ്ങൾ ഇതൊന്നും മനസ്സിലാവില്ല, ഞങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയുന്നുണ്ടെന്നാണ്. നിങ്ങൾ പറയുന്ന A-to-Z കാര്യങ്ങൾ ഞങ്ങൾ ഇരുന്ന് കേൾക്കുന്നുണ്ട്. ഞങ്ങൾ ഒരാളല്ല കേൾക്കുന്നതെന്നുള്ളൂ. നിങ്ങളുടെ ഒരു വോയിസ് ഞങ്ങളുടെ കയ്യിൽ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അതേ വോയിസ് റിപ്പീറ്റ് ആയി വീണ്ടും ഞങ്ങളുടെ കയ്യിൽ എത്തുന്നുണ്ട്. അപ്പൊ അത് എന്നിട്ട് വേണം കള്ളം പറയാൻ. അരവി
ഈ സംഭവം നമ്മൾക്ക് ഇന്ന് എല്ലാ കണ്ടസ്റ്റന്റിനോടും ചോദിക്കാം. 18 കണ്ടസ്റ്റന്റ് ഇവിടെ അവൈലബിൾ ആണെങ്കിൽ 18 കണ്ടസ്റ്റന്റിനെ കൊണ്ട് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കും. 17 പേര്. അപ്പൊ നമ്മളിപ്പോ അമൃത അല്ല വിളിച്ചത്, നമ്മൾക്ക് ഇനിയും അലനെ വിളിക്കാം. അലൻ ക്യാപ്റ്റൻ, ആ പറഞ്ഞു. നമ്മളെ ബിഗ് ബോസ് ഗ്രൂപ്പ് അല്ലാതെ നിങ്ങൾക്ക് വേറെ ഗ്രൂപ്പ്സ് ഉണ്ടോ? വേറെ മറ്റേ ഈ ഗ്രൂപ്പ് ഉണ്ട്, സിജു ആർമി ഗ്രൂപ്പ്. അല്ലാതെ വേറെ ഗ്രൂപ്പ് ഉണ്ടോ? വേറെ ഗ്രൂപ്പ് ഇല്ല. ഉറപ്പാണോ? അതെ, ബിഗ് ബോസ് കണ്ടസ്റ്റന്റിന്റെ പഴയ അങ്ങനത്തെ ഫാൻ ഗ്രൂപ്പുകളാണോ? ഫാൻ ഗ്രൂപ്പ് മാത്രം, അല്ലാതെ നിങ്ങൾ കണ്ടസ്റ്റന്റിന് ഒരു ഗ്രൂപ്പും ഇല്ല? ഇല്ല. ഇവിടെ ഒരു കണ്ടസ്റ്റന്റിനും നിങ്ങൾ എല്ലാ കണ്ടസ്റ്റന്റ് ചേർന്ന് വേറെ ഗ്രൂപ്പ് ഒന്നുമില്ല. ഇല്ല. ഓക്കെ, എല്ലാവർക്കും ഇത് തന്നെയാണോ അഭിപ്രായം? എനിക്കില്ല കേട്ടോ. അതെ, ബിഗ് ബോസ്. ആരാണത്? ലിജോ. എനിക്ക് ആർമി ഗ്രൂപ്പ് പോലും ഇല്ല. ഓക്കെ, ജിതിന് തോന്നുന്നുണ്ട് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് വാട്സാപ്പില്? ആര്, ഞാനോ? ജിതിന് തോന്നുന്നുണ്ടോ? ഇല്ലില്ല. അങ്ങനെ കണ്ടസ്റ്റന്റ് ഒക്കെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി നിങ്ങൾ അതിൽ കയറി സംസാരിക്കുന്നുണ്ട്, പ്ലാനിങ് പ്ലോട്ടിങ് നടക്കുന്നുണ്ട്, ഡിസ്കഷൻ ഉണ്ട് എന്നൊക്കെ. ഡിസ്കഷൻ ഉണ്ട്, ഇതൊക്കെ വലിയ വരുന്നുണ്ട് പയ്യെ. ഞാൻ ഇതുവരെ ഒന്നാമത്തെ കാര്യം എനിക്ക് ആർമിയോ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. പോട്ടെ, ജിതിൻ വാട്സാപ്പിൽ എത്ര ഗ്രൂപ്പ് ഉണ്ട്? ഒഫീഷ്യൽ അല്ലാതെ എത്ര ഗ്രൂപ്പിൽ വാട്സാപ്പിലുണ്ട്? എനിക്ക് ഏകദേശം ഒരു 80-85ഓളം ഗ്രൂപ്പുകളുണ്ട് വാട്സാപ്പിലോ? എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു? ഫോൺ ഏതാ? ആ നാട്ടിലെ ഗ്രൂപ്പ് അല്ല ഞാൻ പറയുന്നത്, വാട്സാപ്പ് ഗ്രൂപ്പിൽ ഈ പറയുന്ന ബിഗ് ബോസ് റിലേറ്റഡ് ഗ്രൂപ്പിൽ ബിഗ് ഉണ്ടോ ബോസ് ഇല്ലയോ? റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകളൊക്കെ ഇപ്പൊ പേര് മാറ്റിയിട്ട് അവരുടേതായിട്ടുള്ള ഓരോരോ പേരുകളിലാണ് ഇപ്പൊ ഉള്ളത്. അങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ ഞാൻ 1-2 ഗ്രൂപ്പുകളിലുണ്ട്. അത് അവിടെ ടാസ്ക് നടക്കുന്ന കാരണം ഉള്ളതാണ്. എത്ര ഗ്രൂപ്പിൽ ജിതിൻ സംസാരിക്കുന്നുണ്ട്? ഒന്ന് സ്ക്വാഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാണ്. അത് പക്ഷെ ടാസ്കിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ട് ഒരു സംസാരം അവിടെ ഉണ്ടാവാറില്ല. വേറെ ഞങ്ങളുടെ ഒരു ടാസ്ക് നടത്തുന്നത്. ഗ്രൂപ്പിൽ ജിതിനില്ല? ഏതാ? ഞാനുള്ള ഒരു ഗ്രൂപ്പിൽ ജിതിനെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ഏതാ, വൈബ്സ് ആണോ? ഉണ്ടല്ലേ? വൈബ്സിൽ ഞാനുണ്ട്. സാൻഡി എനിക്ക് അറിയുന്ന എന്റെ അപ്പൊ അവിടെ സംസാരിക്കുന്നുണ്ടോ? നമ്മള് റൂൾ ബിഗ് ബോസ് റിലേറ്റഡ് ഇട്ടിട്ടില്ല. ആയിട്ട് ഒരു സംസാരം സംസാരിക്കാറില്ല. അല്ല ജിതിനെ നമ്മളെ റൂൾ ഇല്ല. അല്ല നമ്മളെ റൂൾ എന്താ? നിങ്ങള് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലും നിക്കല്ലേ, റിലേറ്റഡ് ടു ബിഗ് ബോസ് ആണെങ്കിൽ ശരി. നിങ്ങൾ ഒഫീഷ്യൽ ഗ്രൂപ്പ് അല്ലെ നാട്ടിലെ ഗ്രൂപ്പിൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല. ദാറ്റ്സ് യുവർ പേഴ്സണൽ ലൈഫ്. ഞങ്ങൾക്ക് അതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. പക്ഷെ അല്ലാത്ത ഗ്രൂപ്പിൽ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു അവിടെ നിന്ന് ലെഫ്റ്റ് ആയി പോകണം. ഇവന്തോ മറവിൽ ഗ്രൂപ്പിന്റെ നിങ്ങൾ ലെഫ്റ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റാ. ഓക്കെ, ടാസ്ക് കാര്യങ്ങളൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ടാസ്ക് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. വൈബ്സ് ഞാൻ ചോദിച്ചപ്പോ വൈബ്സ് പറഞ്ഞു ഞങ്ങളുടെ ടാസ്ക് കാര്യങ്ങൾ തീർന്നു. പിന്നെ നിങ്ങൾ എങ്ങനെയാ വൈബ്സിൽ നിൽക്കുന്നേ? ടാസ്ക് കഴിഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു സാൻഡിയുടെ അടുത്ത്, ഇങ്ങനെ അഡ്മിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ ലെഫ്റ്റ് ആവണം. അപ്പൊ പറഞ്ഞു ഇപ്പൊ പോവല്ലേ, കാരണം അവിടെ ഒരു ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു ആ ടാസ്ക് റിലേറ്റഡ് ആയിട്ട്. അപ്പൊ അത് കാരണം വെയിറ്റ് ചെയ്യാനുള്ള രീതിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കയറിയ ശേഷം വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. അല്ല ജിനിൻ പറഞ്ഞ കാര്യം റിലേറ്റഡ് ആയിട്ട് പല പ്രശ്നങ്ങളും അവിടെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ല അത് ഞങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തോളാം. ഇപ്പൊ ഈ പറയുന്ന വ്യക്തിയായിട്ട് ഞങ്ങളെ ക്രൂ മെമ്പേഴ്സിന് കണക്ഷൻ ഉണ്ടല്ലോ, അപ്പൊ ചോദിക്കാം. അപ്പൊ നമ്മൾ ഇനി അടുത്തത് സ്നേഹ പ്ലേ ചെയ്യാനുണ്ട്. അതില് പ്ലേ ചെയ്യാം, അഖിലിന്റെ ഓഡിയോ പ്ലേ ചെയ്യാം. അതിനു മുമ്പ് സ്നേഹ ഉണ്ടോ? സ്നേഹ ഇല്ല. അപ്പൊ അഖിലിന്റെ ഓഡിയോ പ്ലേ ചെയ്യാം. ആദ്യത്തെ അഖിലിന് ഓഡിയോ പ്ലേ ചെയ്യാം. ഞാനൊരു കാര്യം പറയാം. നിങ്ങളുടെ ഗ്രൂപ്പിന് തന്നെ 2 വ്യക്തികള് ഒരു ഓഡിയോ അയച്ചിട്ടുണ്ട്. അത് ഗ്രൂപ്പിൽ തന്നെ അയച്ച ഓഡിയോസ്. ഇത് നിങ്ങളെ എഗ്നീസ്റ്റും ഞങ്ങളെ ഷോനെ എഗ്നീസ്റ്റും സംസാരിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പൊ ആർക്കെങ്കിലും അറിയാൻ വലിയ വേറെ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിപ്പം അവരെ ഇൻഫോം ചെയ്യും. പ്ലേ
പക്ഷേ ഇത് എനിക്കെന്തോ ഇവിടെ കുറെ പേര് ഗ്രൂപ്പിൽ കളിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇതിൽ മിക്ക ആൾക്കാരും മുന്നേ അറിയണവർ വന്നിട്ട് അഖിലൊന്ന് മ്യൂട്ട് ചെയ്യ്. അവരവരെ തന്നെയാണ് എന്ത് ചോദിച്ചാലും അവരവരെ തന്നെയാണ് കൊളാബ് ചെയ്ത് പറയണുള്ളൂ. ഇതല്ലല്ലോ ഇവിടെ ബാക്കിയുള്ളവരെ ഞാൻ എന്നെ പറയണം ആദ്യം ഈ ഓഡിയോ അല്ല, അജ്മലിനെ പറ്റിയിട്ട് അഖില് പറയുന്ന ഓഡിയോ. അറിയാം, എന്താണ് ഇന്ന് പറഞ്ഞതാണ് എനിക്ക് തന്നെ അറിയാവുന്ന സംഭവം. ഓക്കെ, അപ്പൊ അഖില് തന്നെ ആ അയച്ച ഓഡിയോ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് പറയാം. ഞാൻ ഇന്ന് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വന്നിട്ട് എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ വന്നിട്ട് അജ്മലിന്റെ പേരില് ബിഗ് ബോസ് സീസൺ 6 എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ടിൽ നിന്ന് എനിക്ക് മെസ്സേജ് വരുന്നുണ്ട്. ഇവൻ എപ്പൊക്കെ പോളിങ്ങിന് വേണ്ടിയിട്ട് വോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇൻസ്റ്റയിൽ ഇടുന്നു അന്നൊക്കെ മെസ്സേജ് വരുന്നുണ്ട്. ഒരു വട്ടം ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചപ്പോ ഓക്കെ ഒരു മിനിറ്റ്, മെസ്സേജ് അയച്ചപ്പോ ഇട്ടേപ്പാന്ന് പറഞ്ഞിട്ട് ITTAPPA ഇട്ടേപ്പാന്ന് പറഞ്ഞിട്ട്, അതായത് അവന്റെ അവിടുത്തെ ഒരു സ്ലാങ് പോലെ ഒന്ന് ഇട്ടേപ്പാന്ന് പറയില്ലേ, ആ ഒരു രീതിയിലേക്ക് മെസ്സേജ് വന്നു. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഇത് അവൻ തന്നെ തുടങ്ങിയിട്ടുള്ള അക്കൗണ്ട് ആണെന്ന്. സോ അത് വെച്ചിട്ട് ഞാനെന്താണ് അവൻ എന്റെ അടുത്ത് നീ ഇപ്പൊ പറഞ്ഞു ടാസ്കിൽ കറക്റ്റ് ആയിട്ട് കയറുന്നില്ല, നീ കുറച്ച് ദിവസമായിട്ട് ഉഴപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഓഡീഷനിൽ പറഞ്ഞ പോലെ ഓഡീഷന്റെ കാര്യങ്ങൾ ഇവിടെ പറയരുതെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അഖിൽ ഒരു മിനിറ്റ്, അഖിൽ ഒരു മിനിറ്റ്, അഖിൽ അതിന്റെ സ്ക്രീൻഷോട്ട് അയക്കാൻ പറ്റുമോ ഇപ്പം ഈ നിമിഷം? ഇപ്പൊ തന്നെ അയച്ചുതരാം. ഓക്കെ, അയച്ചു. ഓർഡർ അനുസരിച്ച് തന്നെ ഉണ്ട് ആദിത്യ. എവിടെയാ ഇട്ടേക്കണേ അഖിൽ എവിടെയാ? എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിന്റെ സ്ക്രീൻഷോട്ട് ഇതിലിട്ട് തരും അഖിലിന് പറഞ്ഞിട്ട്. ചെക്ക് ചെയ്ത് നോക്ക്. തോന്നുന്നു നോക്കി ഓക്കെ. ആദ്യത്തെ അതൊന്ന് ഡിസ്പ്ലേ ചെയ്യണേ. എങ്ങനെ? അതിലൊന്ന് ഇട്ട് തരാമോ? ഓ തരാം. അത് ഞങ്ങളെ ക്രൂ മെമ്പർ തന്നെ മെസ്സേജ് ചെയ്തത്. ആദിത്യ ഇത് ഡിസ്പ്ലേ ഒന്ന് ചെയ്യാമോ ആദിത്യ? അഖിലിന്റെ വോയിസ് കിട്ടിയിട്ടുണ്ട്. അഖില് പറഞ്ഞ കാര്യത്തിലാണ്. എന്താ പറഞ്ഞ മനസ്സിലായില്ല. ഓക്കെ ധനുഷേ, നമുക്കത് ലാസ്റ്റ് നോക്കാം. ഓക്കെ സൂം ചെയ്യാമോ ആദിത്യ? സൂം ചെയ്യാമോ? ആദിത്യ സ്ക്രോള് ചെയ്യാം. ഓക്കെ 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 ഓക്കെ. ആദിത്യ സ്ക്രീൻ ക്ലോസ് ചെയ്യാം. അപ്പൊ നമ്മള് അജ്മലിനോട് ചോദിച്ചാലോ? അജ്മൽ, എനിക്ക് ഇതുമായിട്ട് സംബന്ധിച്ച് ഒരു വിഷയം പറയാനുണ്ട്, പറയാവോ? പറഞ്ഞു.
ഒരു മിനിറ്റ് പറയാം. അജ്മൽ ഒരു മിനിറ്റ് അൺമ്യൂട്ട് ചെയ്യണേ. ജിതിൻ പറയാം. മ്യൂട്ട്. ഓക്കെ. ഇതെന്താ വെച്ചാ ഇത് എന്റെ ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ ബിഗ് ബോസ് മഴവിലിന്റെ ആ പേജിൽ ഫോളോ ചെയ്ത എന്റെ ഫ്രണ്ട്സിനും ഇതുപോലെ ഒരു കുറെ ആൾക്കാർക്ക് ഇതുപോലെ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അജ്മലിന് വോട്ട് ഓക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ അജ്മൽ അജ്മൽ അൺമ്യൂട്ട് ചെയ്ത് ഇതെന്താ സംഭവം? അജ്മലെ കൂട്ടത്തിൽ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കണ്ടസ്റ്റന്റിനെ ഇങ്ങനത്തെ മെസ്സേജ് അയക്കണേ എന്തുകൊണ്ട്? അത് അയച്ചവരോട് ചോദിക്കാൻ പറ്റും എന്തിനാ അയച്ച, ആർക്കാ അയച്ച. ഞാൻ അയച്ചിട്ടില്ല ആർക്കും. ഞാനല്ല അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്നത്. എനിക്ക് 2 അക്കൗണ്ട് ഉണ്ട്. എൻ്റെ ഒരു പ്രൈവറ്റ് അക്കൗണ്ട്, എൻ്റെ മെയിൻ അക്കൗണ്ട്. അപ്പൊ അതിൽ നിന്ന് ആർക്കും പോയിട്ടുണ്ടെങ്കിൽ എന്നോട് കംപ്ലൈന്റ് ചെയ്യാം, ഞാൻ അയച്ചിട്ടുണ്ടെന്ന് പറയാം. ഇത് ആരാ അയച്ച എന്താ അയച്ചെന്ന് എനിക്കറിയില്ല. അപ്പൊ അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ല. ഓക്കെ അജ്മൽ, ഈ മീറ്റ് കഴിഞ്ഞിട്ട് വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞിട്ട് അജ്മലിന്റെ എന്താ പ്രൈവറ്റ് അക്കൗണ്ട് 2 അക്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതൊന്ന് ഫോർവേഡ് ചെയ്തേക്കണം. മനസ്സിലായില്ല. അജ്മലിന് 2 അക്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ അക്കൗണ്ട് ഒന്ന് ഫോർവേഡ് ചെയ്തേക്കണം. ഓക്കെ. അജ്മൽ നോട്ട് ചെയ്തിട്ടുള്ള ഈ അക്കൗണ്ട് ആരാ യൂസ് ചെയ്യുന്നത് അജ്മലിന് അറിയില്ലേ? ഇല്ല. അത് സിജോ ആർമിയിലുള്ള ഏതോ ഒരാളാണ്. അജ്മലിന് വോട്ട് ചോദിച്ചിട്ട് ഒരാള് ചെയ്യുമ്പോ അറിയില്ല അല്ലെ? അജ്മലിന് അറിയത്തില്ല എന്ന് പറയുമ്പോ അജ്മൽ കള്ളത്തരം പറയുന്നതിന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം, വ്യക്തതയായിട്ട് അറിയാം. ആരൊക്കെ അജ്മലിന്റെ ബാക്കിൽ വർക്ക് ചെയ്യണേ ഇതൊക്കെ ഞങ്ങൾക്കറിയാം. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം നിങ്ങൾ കള്ളത്തരം പറയുന്നത്. നിങ്ങൾക്ക് സത്യം പറയാം. ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യുമ്പോൾ ധൈര്യപൂർവ്വം വന്ന് പറയാ ഞാൻ ചെയ്തിട്ടുണ്ട്. നെഞ്ചും പിടിച്ചു പറ ഞാൻ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഞാൻ ചെയ്തിട്ടില്ലാണോ പറയുന്നത്? എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഞാൻ ചെയ്യാതെ കാര്യം ചെയ്തെന്ന് പറഞ്ഞ ഒരാളെ മുമ്പിൽ പ്രൂവ് ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ ഈ കാര്യം ചെയ്തിട്ടില്ല. എന്റെ പേരിൽ ആർമി പേജ് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതാരാന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിഞ്ഞിട്ടില്ല. ഞാൻ തന്നെ നിരന്തരം ചോദിച്ചിട്ടുണ്ട് ആരാണ് എന്താണ് എന്തെന്ന്. ആരും പറഞ്ഞിട്ടില്ല ഇതുവരെ ആയിട്ട്. പിന്നെ ചെയ്യാതെ കാര്യം ഒരിക്കലും ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്ക് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല ആരുടെ മുമ്പിലും. പ്രൂവ് ചെയ്യണ്ടേ? ചെയ്യാതെ ബാധ്യസ്ഥനാണ്. വേറെ ഒരാളുടെ മുന്നിൽ പ്രൂവ് ചെയ്യണ്ടായിരിക്കും. പക്ഷെ ഒരു ഷോയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് അല്ലെങ്കിൽ ഒരു ഷോയുടെ അതിന്റെ അതോറിറ്റിക്ക് മുന്നിൽ പ്രൂവ് ചെയ്യാൻ ബാധ്യസ്ഥൻ തന്നെയാണ് അജ്മൽ ചെയ്തില്ല എന്ന് പറയുന്നത് വരെ ഓക്കെയാണ്. പക്ഷെ ആ ഒരു വ്യക്തിനെ അജ്മലിന് അറിയില്ല, അജ്മൽ ഇതുവരെ അറിയാൻ ശ്രമിച്ചിട്ടില്ല എന്ന് പറയുന്നത് വിശ്വസനീയമല്ല ഒരിക്കലും. നിങ്ങളുടെ ഒക്കെ പേജ് ഉണ്ടാകുമ്പോ എന്തായാലും നിങ്ങൾ എല്ലാവരും ശ്രമിക്കുമല്ലോ ഇത് ആരാണ് തുടങ്ങിയെന്ന് അറിയാൻ. അജ്മൽ ഒരു കാര്യം കൂടി പറയാം. അമൃതയോട് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ചോദിച്ച ഒരു ചോദ്യമാണ്, ആർമി പേജ് ഉണ്ടോ? അമൃത വ്യക്തതയായിട്ട് പറയാൻ ആർമി പേജ് ഉണ്ട്. പക്ഷെ ഞാനല്ല തുടങ്ങിയത്. എന്നോട് ഒരു ഫ്രണ്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എനിക്കൊരു ആർമി പേജ് ഉണ്ടെന്ന്. ആ ഫ്രണ്ട് ആരാണ് ഞങ്ങൾ ചോദിക്കാൻ പോയിട്ടില്ല. അതവരെ പേഴ്സണൽ കാര്യം. പക്ഷെ അമൃത പറയുന്ന വ്യക്തി ഒരിക്കലും വോട്ട് ചോദിച്ച് എവിടെയും പോയ കാര്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇത് അജ്മലിന്റെ പേരിൽ വന്ന കാര്യമാണ്. അത് അമൃത വരെ പറഞ്ഞ് കഴിഞ്ഞു ഇങ്ങനെ വന്ന് വോട്ട് ചോദിച്ചിട്ടുണ്ട്. നിങ്ങളെ കൂടെ കണ്ടസ്റ്റന്റ് ആയി നിൽക്കണേ. നിങ്ങളെ ഒരു കോമ്പറ്റീറ്ററിനോട് തന്നെ പോയി നിങ്ങൾ വോട്ട് ചോദിക്കുക. ഇത് അവർ ഔട്ടായി പോയത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാണെങ്കിൽ കുഴപ്പമില്ല. അവർ ഈ ഷോയിൽ നിൽക്കുന്ന സമയത്ത് അങ്ങനെ സംഭവിച്ചതാ. ഞങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുണ്ട്. പക്ഷേ അജ്മലിന്റെ അറിയത്തില്ല എന്ന് പറയുമ്പോ ഞങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ എല്ലാ പ്രൂഫും ഉണ്ട്. നമ്മള് ബിഗ് ബോസിൽ ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ ബിഗ് ബോസിൽ തന്നെ പുറത്തുപോയ കണ്ടസ്റ്റന്റ് പോലും ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നാണ് അവർ ഈ ഷോ അപ്പൊ അങ്ങനെയുള്ളപ്പോ പുറത്തു പോയൊരു കണ്ടസ്റ്റന്റ് പോലും നമ്മള് വോട്ട് ചോദിക്കാൻ പാടില്ല. പക്ഷെ അങ്ങനെ ഞാൻ കണ്ടായിരുന്നു നമ്മളെ എക്സ് കണ്ടസ്റ്റന്റ് സ്റ്റേറ്റസ്. അപ്പൊ ഞാൻ ചോദിക്കാൻ ഇരുന്നത്. പക്ഷെ ആ സമയത്ത് എനിക്കും വർക്ക് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല. പക്ഷെ അജ്മൽ ഇത് ആരാണ് കണ്ടുപിടിച്ചിട്ട് അടുത്ത ആഴ്ച പറയുന്നത് ഈ വ്യക്തിയാ പോയി മെസ്സേജ് ചെയ്യുന്നത്. പറയാൻ പറ്റൂല. ഞാൻ ആദ്യത്തെ വീക്കിൽ ചോദിച്ചു ആ ആർമി പേജ് തുടങ്ങിയ ആളോട്. ഞാൻ മെസ്സേജ് സ്ക്രീൻഷോട്ട് അയച്ചു തരാം. അവർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മിനിറ്റ് അജ്മല് ആർമി പേജ് തുടങ്ങിയ വ്യക്തിയെ മെസ്സേജ് ചെയ്തതിന് അജ്മലിനെ വായിന് തന്നെയാണ്. കൃത്യം ക്ലിയർ ക്രിസ്റ്റൽ കാര്യം നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്.
അപ്പൊ അജ്മൽ എന്ത് ക്രിസ്റ്റൽ അജ്മല് അജ്മലിന്റെ പേരിൽ ഒരു പേജ് തുടങ്ങി അവര് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി ഇതേ ടിക്കറ്റ് ടു ഫിനാലെ വരെ എത്തിയിരിക്കുകയാണ്. അപ്പൊ അജ്മൽ ആദ്യത്തെ ആഴ്ചയല്ലേ ചോദിച്ചത്, ഇപ്പൊ ടിക്കറ്റ് ഫിനാലെ വരെ എത്തിയപ്പോഴത്തേക്ക് അവർ ഇഷ്ടപ്പെടുന്ന ഒരാൾ ഇവിടെ വരെ എത്തിയില്ലേ. അപ്പൊ അജ്മൽ ഒന്നുകൂടെ ചോദിച്ചു നോക്ക് നിങ്ങൾ ആരാന്നുള്ളത്, ചിലപ്പോ പറഞ്ഞാലോ. അതല്ല, അപ്പൊ അത് ഇതിപ്പോ ആർമി പേജിൽ നിന്നല്ല വേറൊരു പേജിൽ നിന്നാണ് പിന്നെ മെസ്സേജ് പോയിരിക്കുന്നെന്ന് പറഞ്ഞ് ഷീബ് അക്കൗണ്ട് ആരാ ഹാൻഡിൽ ചെയ്യുന്നത് എനിക്കറിയാൻ പറ്റൂല. ഞാൻ എന്റെ ആർമി പേജിന്റെ കാര്യം പറഞ്ഞു. ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്ക് ആരാന്നുള്ളത്. എന്തായാലും അജ്മൽ ഇവിടെ വരെ എത്തിയില്ലേ, അത് അവര് സപ്പോർട്ട് ഒരു ചെയ്യുന്നു, മിനിറ്റ് അവരുടെ കൂടെ വിജയല്ലേ. അപ്പൊ ചിലപ്പോ അഖിൽ, പറയും ആരാന്ന്. ഒരു മിനിറ്റ് അറബി. അഖിൽ 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 അപ്പം പേര് ചോദിക്കായിരുന്നു, ഇത് ആരാണ്? ഇല്ല, വൈ അവന്റെ എന്തുകൊണ്ട് ചോദിച്ചില്ല? അത് അവന്റേതാന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടില്ലേ. പിന്നെ ഞാനിപ്പോ അത് അവന്റേന്നല്ലേ ചിന്തിക്കുന്നത്, വേറെ ആരും ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മളിപ്പോ അഖിൽ ഈ ഷോയിലെ കണ്ടസ്റ്റന്റ്, അപ്പൊ അഖിൽ അങ്ങോട്ട് ചോദിക്കണ്ടേ നിങ്ങൾ ആരാ? അഖിൽ ഇവിടെ വന്ന് ഷോയ്ക്കുള്ളിൽ ഇത് പറയുകയും ചെയ്തു. പിന്നെ ആവശ്യമുള്ളത് ചോദിക്കുന്ന അവിടുത്തെ ഇല്ല. ഞാനത് അവർക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല. പിന്നെന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കണ്ടസ്റ്റൻസിന്റെ അടുത്ത് നേരിട്ട് വോട്ട് വയ്ക്കല് കാര്യങ്ങൾ പാടില്ല, അതേപോലെ ഗ്രൂപ്പുകളിൽ പോയിട്ട് വോട്ട് വയ്ക്കരുത് എന്നൊക്കെ പറഞ്ഞും ചെയ്തോ. അപ്പോ ഇതെല്ലാം നിങ്ങക്ക് നിങ്ങളുടെ വോട്ടിംഗ് പറയാം, പക്ഷേ ഇത് അതിനു വേണ്ടിയിട്ട് പ്രൊമോഷൻ നടത്തി നിങ്ങളുടെ കോ കണ്ടസ്റ്റൻസിന് തന്നെ വോട്ട് ചോദിക്കുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ റൂൾസിന് അഗെയിൻസ്റ്റ് ആണ്. ഇനി ഇതിപ്പോ കഴിഞ്ഞു, ഇനിയെങ്കിലും അത് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് കഴിഞ്ഞ ഒരു ബുധനാഴ്ച നമ്മൾക്ക് ഏറ്റവും ധനുഷ് പോയോ? ഇല്ല, ഞാനുണ്ട്. ഓക്കെ, നമ്മള് ഏറ്റവും എല്ലാ ഒരു മിനിറ്റ്. ഒരു കുറച്ച് നേരം ഞങ്ങൾക്ക് 2 ഷോപ്പിൽ കയറണ്ട, ഒരു ഷോപ്പ് ക്ലോസ് ചെയ്യും ഒരു 8 മണി വരെ. ചെയ്തോളൂ. ഒരു 8 മണിയാകുമ്പോഴത്തേക്കും ക്ലോസ് ചെയ്യും. ഞാനൊന്ന് പോവാൻ വേണ്ടിട്ടാ. ഇറങ്ങണില്ല, ഞാൻ കേൾക്കണ്ടല്ല. ഓക്കെ അൺമ്യൂട്ട് ചെയ്ത് നിൽക്കാം. മ്യൂട്ട്. അപ്പൊ നമ്മള് എല്ലാരും ഭയങ്കര ധനുഷിന്റെ കാര്യം ഞാൻ എടുത്തു പറയാം. നിങ്ങളൊക്കെ ഭയങ്കര ഇമോഷണലായി, ഞങ്ങളൊക്കെ ഭയങ്കര വിഷമത്തിലായി. പക്ഷേ കരഞ്ഞ ചില വ്യക്തികളുണ്ട്, ഞാൻ പേരൊന്നും പറയുന്നില്ല. ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയ ഒരു വീക്കാണ് ബുധനാഴ്ച. 2 പേര് എവിക്റ്റായി. അപ്പോ നമ്മൾ ഓരോ ദിവസം ചെല്ലുന്നതിനനുസരിച്ച് നിങ്ങൾക്കിടയിൽ ഒരു ബോണ്ട് കൂടി വരാണ്. അതിപ്പോ നിങ്ങൾ ചിലപ്പോ ഇവിടെ അടിയിട്ടവരായിരിക്കാം, വളം വെച്ചവരായിരിക്കാം. ആ ഒരു വ്യക്തി പുറത്തേക്ക് പോകുമ്പോ നിങ്ങൾ എത്രയൊക്കെ പുറത്ത് പോകണമെന്ന് ആഗ്രഹിച്ചാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു വിഷമം ഫീൽ ചെയ്യും. അപ്പോ ഭയങ്കര ഞങ്ങൾ ക്രൂ മെമ്പേഴ്സിനെ പോലെ നിങ്ങൾ ഇമോഷണൽ ആക്കി കളഞ്ഞൊരു മിഡ് വീക്ക് എവിക്ഷൻ ആയിരുന്നു താരയുടെയും അഞ്ജലിയുടെയും. അപ്പോ താര, അഞ്ജലി, അത് നിങ്ങൾ കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. ഏറ്റവും നല്ല കണ്ടസ്റ്റന്റ് ആയിരുന്നു താരയും അഞ്ജലിയും. ഇവിടെ വരെ നിങ്ങൾക്ക് എത്തിപ്പെടാൻ, ഈ 17 പേരുടെ കൂടെ യാത്രയിൽ ഇവിടെ വരെ എത്തിപ്പെടാൻ പറ്റിയത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം തന്നെയാണ്. നന്നായിട്ട് മത്സരിക്കുകയും നന്നായിട്ട് പൊരുതി ഒറ്റയ്ക്ക് നിന്ന് താരയായാലും അഞ്ജലിയായാലും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്, മാക്സിമം എഫേർട്ട് ഉണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ പ്രേക്ഷകരുടെ പ്രീതി നേടിയെടുക്കാൻ നിങ്ങൾക്ക് 2 പേർക്കും സാധിച്ചില്ല. അതുകൊണ്ട് മാത്രം പുറത്തേക്ക് പോവേണ്ടി വന്ന 2 വ്യക്തികളാണ് താരയും അഞ്ജലിയും. പക്ഷെ നന്നായിട്ട് അവര് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോ അവർക്ക് ആശംസകൾ, ജീവിതത്തിലേക്ക് ഇനിയും മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ദാനിഷ്, അപ്പം എന്താ പറയാ, ഓരോ കണ്ടസ്റ്റന്റ് പോകുമ്പോൾ അതിന് നമ്മൾക്ക് അതിയായ ദുഃഖമുണ്ട്. എസ്പെഷ്യലി എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ അങ്ങനെ എനിക്ക് സത്യം എനിക്ക് ഈ പറയുന്ന 24 കണ്ടസ്റ്റന്റ് ഭയങ്കര പ്രിയപ്പെട്ട കണ്ടസ്റ്റന്റ്. ഞാൻ എന്ത് പറഞ്ഞാലും എനിക്കറിയാം ഈ ഷോ തീരുമ്പോൾ എനിക്ക് നിങ്ങൾ എല്ലാരും ഒരു കൂട്ടുകാരിയായി മാറും. ഞാൻ ആ കോണ്ടാക്ട് വെക്കും. നിങ്ങൾ വെക്കോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ എന്തായാലും ആ കോണ്ടാക്ട് വെക്കും. നിങ്ങൾ പരസ്പരം നിങ്ങളുടെ എല്ലാവരുടെയും വിഷമം കാണുന്നുണ്ട്. പക്ഷെ ഇതിന്റെ പുറകിൽ നിങ്ങൾ ഓരോരുത്തരെയും ഇവിടുന്ന് ഇറക്കി വിടുമ്പോ
ഞങ്ങളും ഭയങ്കര വിഷമത്തിലാണ്. ഞങ്ങൾക്ക് അത് എക്സ്പ്രസ് ചെയ്യാൻ, നിങ്ങളുടെ മുന്നിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ആണ്. അപ്പൊ ഞങ്ങൾ ക്രൂ മെമ്പേഴ്സ് ആയിപ്പോയി, അല്ലെങ്കിൽ കണ്ടസ്റ്റന്റ് ആയിരുന്നെങ്കിൽ ഞങ്ങളും കറങ്ങി വഴിക്കാൻ അവിടെ. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഇവിടുന്ന് പറഞ്ഞു വിടുമ്പോൾ നിങ്ങൾ ആരായാലും ഒരാൾ പുറത്തേക്ക് പോകുമ്പോൾ ഞങ്ങൾക്കും ഭയങ്കരമായ വിഷമമുണ്ട്. കാരണം അത്രയ്ക്കും ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന 24 പേരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോ ഇനിയും അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ഓരോരുത്തരായിട്ട് കൊഴിഞ്ഞോണ്ടിരിക്കും. ആരും വിഷമമൊക്കെ ഉണ്ടാവും. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യം കാര്യങ്ങളൊന്നും വെച്ച് പുലർത്തണ്ട. സ്നേഹത്തോടെ തന്നെ ഇവിടുന്ന് ഇറങ്ങി പോവുക. സ്നേഹത്തോടെ ഇത് കഴിഞ്ഞാലും സ്നേഹത്തോടെ ഒരു കാര്യം പറയാനുണ്ട്. ഇനിയും നമ്മൾക്ക് 15 ദിവസമുണ്ട്. ഈ 15 ദിവസം കഴിഞ്ഞ് നമ്മളെല്ലാരും കാണും അങ്ങോട്ടും ഇങ്ങോട്ടും. ആ സമയത്ത് ഈ പറയുന്ന ഞാനല്ല ഈ ആരോപി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലതിന് വേണ്ടിയാ. ചിലപ്പോ ഞങ്ങളെക്കാളും മൂത്ത വ്യക്തികളായിരിക്കും നിങ്ങൾ. പക്ഷെ ഇത് ഒരു ചാപ്റ്ററാ. ഈ ചാപ്റ്റർ തീരുമ്പോൾ നെക്സ്റ്റ് ചാപ്റ്റർ ആയിരിക്കും നിങ്ങളുടെ ലൈഫിലെ തുടങ്ങാൻ. അതുപോലെ തന്നെ സെയിം പേജിൽ തന്നെ ഇന്ന് നിങ്ങൾക്ക് വൈരാഗ്യം തീർക്കാനാണെങ്കിൽ അതെ അത് നിങ്ങളെ സ്വന്തം ഇഷ്ടം. അതില് ഞങ്ങൾ പറയാൻ പറ്റില്ല. ഞങ്ങളുടെ ഒരു ഡ്യൂട്ടിയാണ് ഞങ്ങൾ ഇവിടെ വന്ന് ഇന്ന് ചെയ്യുന്നത്. ഇതിന്റെ പിന്നിലുള്ള അവർക്കോ ഞങ്ങൾ 2 പേർക്കോ നിങ്ങളോട് ആരോടും ഒരു ദേഷ്യമില്ല. ഞങ്ങളിവിടെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഈ ഷോ നന്നായിട്ട് മുന്നോട്ട് പോകാനും നിങ്ങളെ നല്ല കണ്ടസ്റ്റന്റ് ആയിട്ട് നിങ്ങളുടെ പറ്റി ഒരു മോശം പുറത്തു പോകാതെ പ്രേക്ഷകരുടെ സപ്പോർട്ട് കിട്ടി ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഒരു വിന്നർ ആകുമ്പോ അയ്യോ ഇങ്ങനെ ആൾ വിന്നർ ആവാൻ പാടില്ലായിരുന്നു, ഈ ആളാണോ വിന്നർ എന്ന് തോന്നിപ്പിക്കാതെ ഡിസേർവിംഗ് ആയിട്ട് ആൾക്ക് തന്നെയാണ് കിട്ടി എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ 2 പേരും എല്ലാ വീക്കെൻഡും ഇവിടെ വന്നിരുന്നിട്ട് പറയുന്നത്. പിന്നെ നിങ്ങളോടൊക്കെ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലോ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ തിരുത്തി തരുന്നുണ്ടെങ്കിലോ അതൊക്കെ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അല്ലാതെ ഞങ്ങൾക്ക് നിങ്ങളെ വളരെ കുറച്ച് പേരെ നേരത്തേക്ക് അറിയുള്ളൂ. ആരെയും നിങ്ങളെ നേരിട്ടുള്ള ഒരു പരിചയമോ കാര്യങ്ങളോ നിങ്ങൾ ആരോടും ഞങ്ങൾക്ക് ഒരു ദേഷ്യ വൈരാഗ്യം കൊണ്ടാടക്കേണ്ട ഒരാവശ്യമില്ല. ഈ ഷോയിൽ ഞങ്ങൾ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഫ്രണ്ട്സ് തന്നെ, നമ്മളൊക്കെ കാണേണ്ടവരാണ്. ഞങ്ങൾ നിങ്ങളെ ഒക്കെ കാണും. അപ്പോ സ്നേഹത്തോടെ മാത്രം പോവാ. അപ്പോ ഇത് നമ്മളെ ലൈഫിലെ അല്ലെ നിങ്ങളെ ലൈഫിലെ ഒരു മെമ്മറീസാ. അത്ര മാത്രം ചിന്തിച്ചിട്ട് മുമ്പോട്ട് പോവാ. ഇനി 15 ദിവസം ഉണ്ട് നിങ്ങൾക്ക് വേണ്ടി. നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സംഭവം എന്ന് പറയുമ്പോ കപ്പ മുഖ്യം. ആ കപ്പിന് വേണ്ടി കളിക്കും. നിങ്ങൾ 24 പേരല്ല ഈ യാത്രയിൽ പോകുന്നത്. 24 പേരുടെ കൂടെ ഞങ്ങൾ 13 പേരുണ്ട്. നമ്മൾ ഒരുമിച്ചുള്ള യാത്രയാണ്. അപ്പോ നമ്മൾ ഒരുമിച്ച് തന്നെ നിൽക്കുക, അവസാനം വരെ ഒരുമിച്ച് തന്നെ സ്നേഹത്തോടെ നിൽക്കുക. ഇത് കഴിഞ്ഞാലും ആ ബന്ധം, ആ സ്നേഹം മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ. അപ്പൊ നമുക്കൊരു ടാസ്ക് ഉണ്ടായിരുന്നു അല്ലെ ധനീഷ്? ഒരു ഫൺ ടാസ്ക് ആയിട്ട് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരു ഡയമണ്ട് ഇവിടെ ബിഗ് ബോസ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആരുടെ കയ്യിലായിരുന്നു കിട്ടിയിരുന്നതെന്ന് പറയാം. ആ ക്ലൂ ഒക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു നോക്കി. പക്ഷെ എനിക്ക് ആളെ പിടികിട്ടി. ആ വ്യക്തി ആരാണ് എന്താണെന്ന് അറിയാമോ ധനീഷ്? ഇവിടെ കണ്ടസ്റ്റൻസ് എല്ലാം ഡയമണ്ട് കണ്ടുപിടിക്കാൻ നടക്കുമ്പോ ഇവർക്ക് കുറെ ക്ലൂ കിട്ടേണ്ടി വന്നു ഒരു കൺഫർമേഷൻ കിട്ടാൻ വേണ്ടി. പക്ഷെ 2 ക്ലൂ കൊണ്ട് തന്നെ നമ്മളെ ഗ്രൂപ്പ് മെമ്പേഴ്സ് ആളെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ ക്ലൂ കിട്ടുമ്പോഴും അവർക്ക് ആ വ്യക്തിയിൽ തന്നെ അവർ ഉറച്ചു നിന്നു. പക്ഷെ നമ്മുടെ കണ്ടസ്റ്റൻസിന് നമ്മള് എന്താ പറയാ ഞങ്ങൾക്ക് ആദ്യത്തെ ക്ലൂ തന്നപ്പോൾ ഞങ്ങൾ കണ്ടുപിടിച്ചു വ്യക്തി ആരാണ്. പിന്നെ നിങ്ങൾ 10-13 ക്ലൂ കിട്ടിയത് പോലും നിങ്ങൾ ഗസ് ചെയ്തില്ലല്ലോ. രസം എന്താ വെച്ചാ അലൻ ആദ്യം പറഞ്ഞിരുന്നു, പക്ഷെ അലൻ പിന്നെ മാറ്റിക്കൊണ്ടേയിരുന്നു. ഒരു മിനിറ്റ് അത് നമ്മൾക്ക് ചോദിക്കാനുണ്ട്. കയ്യിലായിരുന്നു ആദ്യം കിട്ടിയതെന്ന്. ആദ്യ ഡയമണ്ട് ബിഗ് ബോസ് ആർക്കാണ് നൽകിയതെന്ന് റിവീൽ ചെയ്യാമോ? അതെ, അത് നമുക്ക് റിവീൽ ചെയ്യുന്ന മുമ്പ് അലൻ അൺമ്യൂട്ട് ചെയ്യാമോ? പറഞ്ഞോ. അലനെ ആർക്കാ ഡയമണ്ട് കിട്ടിയേക്കണേ? അല്ലെ ആർക്കാ ഡയമണ്ട് കൊടുത്തേക്കണേ? അഖിലേണ്ണാണോ? ഉറപ്പാണോ? യെസ് ഓർ നോ? യെസ് ഓർ നോ? യെസ്. കാരണം ആ ഒരു ക്ലൂ എല്ലാം അഖിലായിട്ടൊന്ന് കണക്ട് ചെയ്ത് ഏകദേശം തോന്നുന്നു. പിന്നെ ലീഡർ ഒന്ന് കണക്ട് ചെയ്ത് അഖിലായിട്ട്.
ലീഡർ മഹാദേവൻ എന്തോ പറയാനുണ്ട്. ബഹുമാനം. പിന്നെ ഞാൻ മഹാദേവ് എനിക്ക് തോന്നുന്നു ജിത്തു എന്നുണ്ട്. ഞാൻ നേരത്തെ കണക്ട് ആക്കി ജിത്തു എന്നുണ്ട് ആൻസർ. ജിതിനാണോ അഖിലാണോ? ജിതിനാണോ അഖിലാണോ? ഇപ്പൊ തീരുമാനിക്കണം. അലൻ തീരുമാനിച്ച അലന് എന്തെങ്കിലും ഒരു പവർ തരാം. ജിതിൻ ഉറപ്പാണ്? ഉറപ്പ്. ആ ഡയമണ്ട് കിട്ടിയ ആളൊന്ന് റിവീൽ ചെയ്തേ ആരുടെ കയ്യിലായിരുന്നു എന്നുള്ളത്. എന്റെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഫസ്റ്റ് ആ ഡയമണ്ട് ആരുടെ കയ്യിലായിരുന്നു ഫസ്റ്റ് അത് അലൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് പറ്റിയ പിശക് എന്താന്ന് വെച്ചാൽ ക്ലൂ വരുന്നതിനനുസരിച്ച് അലൻ ഇങ്ങനെ മാറ്റി മാറ്റി കളിച്ചോണ്ടിരുന്നു. ഞാൻ അലൻ ഒരുപാട് പ്രതീക്ഷ വെച്ചിരുന്നു. പക്ഷെ ഏറ്റവും അവസാനം സ്റ്റാർട്ട് പറഞ്ഞപ്പോഴത്തേക്ക് അത് പറഞ്ഞത് ഒട്ടും പ്രതീക്ഷിക്കാതെ പ്രിൻസ് കൊണ്ടുപോയി. അല്ല സ്റ്റാർട്ട് പറഞ്ഞപ്പോ ഞാൻ ജിതിനാണല്ലോ പറഞ്ഞേ. പ്രിൻസ് ആണ് പറഞ്ഞത്. പ്രിൻസ്, റാഷ, ചിന്ത. പക്ഷെ ചിന്തയൊക്കെ എങ്ങനെയാ മനസ്സിലായത്? ചിന്ത മൈനസ് കിട്ടിയ ആളോ അഭിപ്രായം പറയാൻ സാധനം കിട്ടാത്ത ആളോ അതിപ്പോ മാത്രമാ. ഓക്കെ ഓക്കെ. റാഷയ്ക്ക് എങ്ങനെ കിട്ടി? റാഷയ്ക്ക് എങ്ങനെ ജിതിനാന്നുള്ളത് മനസ്സിലായത്? മൻസൂർ മ്യൂട്ട് ചെയ്യാം. മൻസൂർ ആരോ പറയുന്ന ആൾക്കാർ മാത്രം സംസാരിക്കാൻ പാടുള്ളൂന്നുണ്ടോ? യെസ് ബോസ്. യെസ് മാഡം. ഓക്കെ. അപ്പൊ ഇവിടെ ടെസ്റ്റ് എന്താന്ന് വെച്ചാ നമ്മളുടെ പ്രിൻസ് ആണ് ആദ്യം ജിതിന്റെ കയ്യിലാണെന്നുള്ളത് കണ്ടുപിടിച്ചത്. അപ്പോ ബിഗ് ബോസിന്റെ വക 50 പോയിന്റ്സ് പ്രിൻസിന് കിട്ടിയിരിക്കുകയാണ്. ഒരു കൈയടി കൊടുത്തോളൂ. പിന്നീട് റഷ്യക്ക് 20 പോയിന്റ്സ്, ചിന്തയ്ക്ക് 10 പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട്. വേറെ ആരും പറഞ്ഞില്ല. പറഞ്ഞിരുന്നെങ്കിൽ 10 പോയിന്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുമായിരുന്നു. അടുത്തായിട്ട് നമ്മള് ഒരു ടെസ്റ്റ് അതിൽ കൊണ്ടുവന്നു. അരവി ഒരു മിനിറ്റ് അതിനായിരിക്കും. രാശ 20 പോയിന്റ് കിട്ടിയില്ലേ? 20 പോയിന്റ് ഇപ്പം കിട്ടിയില്ലേ? അതുകൊണ്ട് മൈനസ് ചെയ്യല്ലേ? അതുകൊണ്ട് പോയി മൈനസ് ചെയ്യല്ലേ? ഇനി അങ്ങോട്ട് ഒരു മിനിറ്റ്. ഇനി അങ്ങോട്ട് ഈ പോയിന്റ്സിൽ ടോപ്പിൽ നിൽക്കുന്ന വ്യക്തിയായിരിക്കും ഡയറക്റ്റ് ഫിനാലെ, ഫസ്റ്റ് ഫൈനലി. ഞാൻ ഹോസ്റ്റ് ചെയ്യുന്നോണ്ടാവാം എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഞാനത് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടില്ല. ഒരു ഓഡിയൻസിന്റെ റെസ്പോൺസ് ആണ് റഷ്യയെ കുറിച്ചിട്ട്. റഷ്യനെ പുറത്താക്കാമോ? റഷ്യ മനഃപൂർവ്വം വന്നിരുന്നിട്ട് മൈനസ് വാങ്ങിക്കുന്നതാണ്. റഷ്യ മൈനസ് അങ്ങനെ തോന്നുന്നാണ് പറഞ്ഞത്. അവര് തോന്നുന്നത് ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ ഒരിക്കലും അറിഞ്ഞോണ്ടല്ലേ, സത്യം പറയാ, അറിയാതെ അബദ്ധം പറ്റണതാണ്. അറിയാതെ എപ്പോഴും അറിയാതെയാണ് അബദ്ധം വരുന്നത്. കറക്റ്റ് എങ്ങനെയാണ് ഈ വൺ ടൈം വോയിസ് വരുന്നത്? എനിക്ക് കണ്ടകശനിയാണ്, മൊത്തത്തിൽ കണ്ടകശനിയാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാണുന്നുണ്ട് നല്ല കണ്ടകശനി. ഓക്കെ. അപ്പൊ നമ്മള് ഡയമണ്ട് ജിതിൻ വേറെ ആൾക്ക് കൈമാറിയിട്ടുണ്ടായിരുന്നു. നമ്മളത് രാവിലെ രാത്രി കൈമാറിയിട്ടുണ്ടായിരുന്നു. അത് ആള് പിന്നെ ജിതിൻ ഒരു കാര്യം മറന്നുപോയി. ഡയമണ്ട് സൂക്ഷിച്ചു വെച്ചതിന് ജിതിന് പിന്നെ റഷ്യക്ക് 20 അല്ല 25 ആണ് പോയിന്റ്സ്. ജിതിന് ഞങ്ങളുടെ ബിഗ് ബോസിന്റെ വക ഡയമണ്ട് സൂക്ഷിച്ചു വെച്ചതിന് 20 പോയിന്റ്സ് ഉണ്ട്. സന്തോഷായില്ലേ? എനിക്ക് എന്തെങ്കിലും ഉണ്ടാ? എന്താണ്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാട്ടോ. പറയാം. ഒരു കാര്യം, നിലപാട്, പറയുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുക. ഉപദേശം. അപ്പോ ഈ ഡയമണ്ട് ഒരു ടെസ്റ്റ് വെച്ചിട്ട് ജിതിൻ സീക്രട്ട് ആയിട്ട് ഒരാൾക്ക് കൈമാറിയിട്ടുണ്ടായിരുന്നു. അയാൾ അതിവിദഗ്ധമായി അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. അതാരാ?
അത് ഞങ്ങൾ കുറച്ചു പേര് ചേർന്നിട്ടുണ്ടാക്കിയ ഒരു പ്ലാനാ. ജിതിനോട് സംസാരിച്ചിട്ട് ജിതിൻ കുറെ ഉപദേശങ്ങളൊക്കെ ബിഗ് ബോസിന് കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. ജിതിൻ ഭയങ്കരമായിട്ട് ഡയമണ്ട് കിട്ടിയതിനു ശേഷം ജിതിൻ വിചാരിച്ചിരിക്കുന്ന ഡയമണ്ട് ഭയങ്കര പവർ ഉള്ളതാ, ബിഗ് ബോസ് ആകാൻ പറ്റുമെന്ന്. അപ്പൊ അങ്ങനെ ജിതിൻ ഭയങ്കര ബിഗ് ബോസ് കളിയൊക്കെ കളിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞു. കുറച്ച് മെസ്സേജസ് ഓഡിയോസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, പക്ഷെ പ്ലേ ചെയ്യുന്നില്ല. ബിഗ് ബോസ് അങ്ങനെ ചെയ്യൂ, ബിഗ് ബോസ് ഇങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ടെസ്റ്റ് കൊണ്ടുവരൂ, ബിഗ് ബോസ് ഞാൻ ടെസ്റ്റ് കൊണ്ടുവരട്ടെ എന്തൊക്കെയായിരുന്നു. അപ്പൊ അങ്ങനെ സീക്രട്ട് ആയിട്ട് ഒരാളുടെ കയ്യിൽ കൊണ്ടുവച്ചു. ആ ആളത് അവസാനം വരെ സൂക്ഷിച്ചു വെച്ചു. ഇപ്പോഴും പിടികൊടുക്കാതെ ഇങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷേ കുറച്ചു പേരുടെ ആരുടെ കയ്യിലാണ് എന്നുള്ളത് പറഞ്ഞു. അതൊക്കെ ഒരു കറക്കിക്കുത്താണ്. ആ ഡയമണ്ട് ആരുടെ കൈലായിരുന്നു എന്നൊന്ന് പറയാവോ ജിതിൻ? ഓഡിബിൾ ആണോ? ഡയമണ്ട് കൈവശം ഇപ്പൊ ഓഡിബിൾ ആണോ? ഓക്കെ ജിതിൻ, അത് ആരുടെ കയ്യിലായിരുന്നു കൊടുത്തത്? അത് എനിക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചത്, ഫസ്റ്റ് ഞാൻ ഉദ്ദേശിച്ച ആളെന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി എല്ലാവരും പറയുന്ന ആളായിരുന്നു. അത് കാരണം കൊണ്ട് ഞാൻ അത് മാറ്റിയിട്ട് പ്രിൻസിനാണ് ഞാൻ കൊടുത്തത്. ഞാൻ ആദ്യം ചിന്തയ്ക്ക് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷെ എല്ലാവരും ചിന്തയിലേക്ക് പോകുമെന്ന് അറിയണത് കൊണ്ട് ഞാൻ നേരെ പ്രിൻസിലേക്ക് തിരിച്ചു. ഓക്കെ, അപ്പൊ പ്രിൻസ് അതിവിദഗ്ധമായി അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും അറിയാത്ത പോലെ അവിടെ നിപ്പുണ്ടായിരുന്നു. അപ്പോ അത് ആദ്യം കണ്ടുപിടിച്ചത് ചിന്തയാണ്. അപ്പോൾ ഈ ചിന്തയ്ക്ക് 10 പോയിന്റ്സിന് പുറമെ 50 പോയിന്റ്സും കൂടിയിട്ട് വൺസ് ആയിട്ട് കിട്ടിയിരിക്കുകയാണ്. കൺഗ്രാറ്റ്സ്, നല്ല പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ എനിക്കിതിൽ മനസ്സിലാവാത്ത കാര്യം, ചിന്ത ഒന്ന് ക്ലിയർ ആക്കി തരണം. ചിന്തയ്ക്ക് ബിഗ് ബോസ് സംശയമുണ്ടോ? എന്താണ്? ബിഗ് ബോസിന്റെ കാഴ്ചപ്പാടിൽ സംശയമുണ്ടോ? അല്ല, എനിക്ക് ഈ പറയുന്നതൊക്കെ പ്രിൻസാന്ന് അറിയാം. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഇവരെ തെറ്റിക്കണ്ടായോ? അതുകൊണ്ട് ഇതൊന്നും പ്രിൻസ് അല്ല. എനിക്ക് രണ്ടാമത്തെ ആൻസർ പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ചിന്ത അതുവരെ ഇതൊന്നും പ്രിൻസ് അല്ല. എനിക്ക് ഏറ്റവും ചിരി വന്നത് അവിടെ ബിഗ് ബോസ് ഗുഡ് കണ്ടസ്റ്റന്റ് എന്ന ഫസ്റ്റ് ക്ലൂ കൊടുക്കുമ്പോ അജ്മലും ചിന്തയും പറഞ്ഞതാ അങ്ങനെ കണ്ടസ്റ്റന്റ് ഇവിടെ ഇല്ല. അല്ല, ആദ്യത്തെ എനിക്ക് രണ്ടാമത്തെ ആളെ കിട്ടി. പക്ഷെ അത് തെറ്റിക്കണ്ടേ? അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മതിപ്പില്ല. അത് ചിന്ത ഞങ്ങൾ അങ്ങനെ ചെയ്യോ? ഇവിടെ ഇല്ലാത്ത കണ്ടസ്റ്റന്റ് കൊണ്ട് ഡയമണ്ട് കൊടുക്കുവോ? ഒന്ന് ചിന്തിക്കണ്ടേ? അല്ല, നമ്മൾ ഇത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കണമല്ലോ. അജ്മൽ ഒരു ക്ലൂല് ലിവിംഗ് റൂമിലാണെന്ന് തോന്നുന്നു. അജ്മൽ ഒരു ക്ലൂല് വന്ന് ചോദിക്കുന്നു, ഇപ്പൊ ഇവിടെയുള്ള കണ്ടസ്റ്റന്റിന്റെ കയ്യിലായിരുന്നോ ഡയമണ്ട് എന്ന്. എല്ലാവരും എന്താ പറയാ, റിവ്യൂ കണ്ടായിരിക്കാന്ന് തോന്നുന്നു ക്ലൂ എല്ലാം കണ്ടിട്ട്. ഫസ്റ്റ് ക്ലൂവില് ഗുഡ് കണ്ടസ്റ്റന്റ്, സത്യം പറഞ്ഞാൽ ഒരുപാട് ചിരിച്ചു അതൊക്കെ കണ്ടിട്ട്. അജ്മലിന്റെയും ചിന്തയുടെ ആ ഒരു ടോക്ക്, നിങ്ങളുടെ ആ ഒരു ടോൺ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോ ക്ലൂ വരുമ്പോഴും നിങ്ങൾ കൺഫേം ആയിട്ട് പറയുന്നുണ്ടായിരുന്നു എന്തായാലും അത് പ്രിൻസ് അല്ല. പ്രിൻസിന്റെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇത്ര വിശ്വാസമല്ലേ? അതായത് കോച്ചിന്റെ കണ്ണിന് മാത്രമാണ് പ്രിൻസ് അങ്ങനെയൊക്കെ. ജിതിനെ പോലെ അംഗീകരിച്ചു, ജിതിനെ അടുത്ത ക്ലൂ ജിതിനെ പോലെ അംഗീകരിച്ചു. പക്ഷേ പ്രിൻസിനെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. പ്രിൻസ് ആണ്. രണ്ട് കാര്യമുണ്ട്. ഒന്ന് പ്രിൻസ് എത്ര മനസ്സിലാക്കിയ തകർക്കുക എന്നുള്ളതാണ്, പിന്നെ ഇവരെ തെറ്റിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ അംഗീകരിക്കത്തില്ല. വിശ്വസിച്ചു. അപ്പൊ ചിന്തയ്ക്ക് 50 പോയിന്റ്സ് കിട്ടി. പിന്നെ അശ്വതി പറഞ്ഞോ? ഞാൻ പ്രിൻസിന്റെ അടുത്ത് കുറെ ട്രൈ ചെയ്തു പ്രിൻസ് ആണെന്ന് പറയിപ്പിക്കാൻ വേണ്ടിട്ട്, എന്നിട്ട് പോലും പ്രിൻസ് പറഞ്ഞില്ല. പക്ഷെ ക്ലൂ ഒക്കെ കാണുമ്പോ പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രിൻസ് പറഞ്ഞു തോന്നുന്നുണ്ട്. ആണോ? ഒരിക്കലും ഇല്ല. എനിക്ക് ആ ക്ലൂ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായിരുന്നു. പക്ഷെ ഞാൻ ചിന്തനെക്കാട്ടി മുമ്പ് ഞാൻ പറയാൻ നിന്നതാ. പക്ഷെ ആ ഫുഡ് കഴിക്കായിരുന്നു, എനിക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റിയില്ല. അത് കാരണം കൊണ്ട് ഞാൻ രണ്ടാമതായി പോയതാ. ഞാൻ അത് 50 പോയിന്റ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ അത് എനിക്ക് രണ്ടാമത്തെ ആൻസർ പറയാൻ പറ്റാത്ത എനിക്ക് എന്തെങ്കിലും പോയിന്റ് കിട്ടുമോ? ഇല്ല. ഇത് ഞങ്ങളെ വാരിക്കോരി പോയിന്റ്സ് തരത്തില്ല. എന്താണ് ഞാൻ ജിതിന് തരാം. ആദ്യത്തെ ഡയമണ്ട് സൂക്ഷിച്ചതിന് 10 പോയിന്റ്സ്, ഇപ്പൊ ഡയമണ്ട് സൂക്ഷിച്ചതിന് അത് കളിക്കാൻ പറ്റാത്തതിന് 10 പോയിന്റ്സ്. ഓക്കെ അല്ലേ? അയ്യോടാ, അപ്പൊ എനിക്ക് മത്സരിക്കാനുള്ള ഒരു ചാൻസ് ആണ് പോയത്.
അടുത്ത പ്രാവശ്യം നമുക്ക് സെറ്റ് ആക്കാം. അപ്പൊ അലന് 10 points കിട്ടിയിട്ടുണ്ട്. അപ്പോ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു. ഇത് ഈ ഒരു ടാസ്ക് നിങ്ങളെ ചുമ്മാ എന്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാൽ, പക്ഷെ നിങ്ങളുടെ ആ ക്യൂരിയോസിറ്റി എന്റർടൈൻമെന്റ് നിങ്ങളെല്ലാം തല്ലുകൂടിക്കൊണ്ടിരുന്നതാ. പിന്നെ നിങ്ങൾ അതൊക്കെ അങ്ങ് മറന്നു. അതായത് രാവിലെ തുടങ്ങിയ തല്ലൂട്ടാണ് വൈകുന്നേരം വരെ പോയി. പക്ഷെ ഒരു ഡയമണ്ട് വന്നപ്പോഴത്തേക്കും നിങ്ങൾ അതൊക്കെ വിട്ടു മറന്നു. എൻജോയ് ചെയ്യുന്ന കണ്ടിട്ടാണ് നിങ്ങൾക്ക് ഈ എഫേർട്ടിന് പോയിന്റ്സ് തന്നിരിക്കുന്നത്. അപ്പൊ ബിഗ് ബോസിന് എല്ലാവരും താങ്ക്സ് പറഞ്ഞേക്ക്. ചേച്ചി ഒരു 5 പോയിന്റ് തരുവേ. എന്തിനാ? ഉറങ്ങണോ? ഞാൻ മെൻഷൻ ചെയ്യാൻ മറന്നുപോയി, പക്ഷെ പ്രിൻസ് ചേട്ടന്റെ പേര് ഫസ്റ്റ് പറഞ്ഞ ഞാൻ മെൻഷൻ ചെയ്യാൻ മറന്നു. അല്ല മാധവ് ആ 5 പോയിന്റ് എന്തിനാ പറഞ്ഞു? മഹാദേവിന് പോയിന്റ് പ്രിൻസ് ചേട്ടന്റെ പേര് പറഞ്ഞു. പ്രിൻസ് ചേട്ടന്റെ പേര് പറഞ്ഞു. പിന്നെ വലിയേട്ട് വല്യേട്ടനോട് ഒന്ന് പറഞ്ഞു നോക്കാം അടുത്തതിൽ മഹാദേവിന് കൊടുക്കാൻ പറ്റുമോ. ഞാൻ ശ്രദ്ധിച്ചില്ല. എന്താ നിങ്ങളുടെ സ്ഥലത്തൊക്കെ എടുക്കാൻ നേരത്താണെന്ന് തോന്നുന്നു. അജ്മൽ വന്നിട്ട് കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻഡോ ഒക്കെ ഇട്ടിട്ട്. അപ്പൊ അജ്മൽ പറഞ്ഞ സ്ഥിതിക്ക് മഹാദേവിന് നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം. സന്തോഷായി. അപ്പൊ റഷ അയ്യോ റഷ ഓരോ കണ്ടസ്റ്റൻസിനെ കുറിച്ചിട്ട് റഷ്യക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. ധനുഷ ഓഡിബിളാണ്? ഞാൻ ഓഡിബിളാ, എനിക്കെല്ലാം കേൾക്കാം, എല്ലാം കാണാം. ആദിത്യ ഓഡിബിളാണോ? ആ നമ്മുടെ റഷ്യ ജിതിനെ കുറിച്ച് വാനോളം പുകഴ്ത്തിയിട്ടുണ്ടായിരുന്നു. ആ ഓഡിയോ ഒന്ന് പ്ലേ ചെയ്യാവോ? വേസ്റ്റ് ആയിട്ട് ജിതിൻ ഈ ഒരു ഗെയിം കളിക്കാൻ വേണ്ടി ഏതറ്റ് വരുമ്പോ വൃത്തികെട്ട രീതിയിലും മോശമായ രീതിയിലും കണ്ണിച്ചോരയില്ലാതെ മനുഷ്യത്വം തീരെ ഇല്ലാതെ അത്രയും മോശമായിട്ട് ഗെയിം കളിക്കുന്ന ഒരേ ഒരു വ്യക്തിയാണ് ജിതിൻ. അവന്റെ കയ്യിൽ ഒരു കത്തി കൊടുത്ത് ഒരാൾ കുത്തിക്കൊല്ലാൻ പറഞ്ഞാൽ പോലും അവൻ ഇപ്പൊ കുത്തിക്കൊല്ലും, ഒരു ഗെയിമിന്റെ ഭാഗമാണെന്ന് പറഞ്ഞു. അങ്ങനെ അത്രക്കും മോശമായിട്ടുള്ള മറ്റുള്ള കണ്ടസ്റ്റൻസിനെ ടാർഗറ്റ് ചെയ്ത് ഇമോഷണലി ടാർഗറ്റ് ചെയ്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം തരം ഒരേ കണ്ടസ്റ്റന്റ് ഗെയിമിന് വേണ്ടി അവർ എന്തും ചെയ്യും, മുന്നും പിന്നും നോക്കില്ല, എന്ത് വൃത്തികെട്ട കളി അവൻ കളിക്കും. അത്രയും വേസ്റ്റ് ആയിട്ടൊരു ഉള്ളൊരു വ്യക്തിയാണ്. ഈ ഒരു ബിഗ് ബോസില് അത്യാവശ്യം ഒരു വിന്നറിന് വേണ്ടത് ഒന്നും അവനക്കില്ല. അത്യാവശ്യം ഒരു മനുഷ്യത്വം, ഒരു നല്ല രീതിയിലുള്ള ഒരു പെരുമാറ്റം, അതൊന്നും അവന്റെ ഭാഗത്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. വളരെ മോശം വേസ്റ്റ് കണ്ടസ്റ്റന്റ് ഓഫ് ബിഗ് ബോസ് മാർവൽ സീസൺ 1. വളരെ നല്ലൊരു പ്രസ്താവനയാണല്ലേ. ഒരു കൊലപാതകം ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് വരെ കൊലപാതകം ചെയ്യാൻ പോലും പറ്റാത്ത ഒരു വ്യക്തിയായിട്ട് ജിതിനെ പറഞ്ഞിരിക്കുകയാണ്. അത്രയും ക്രൂരനാണോ നിങ്ങള് കണ്ടസ്റ്റൻസ്? ബാക്കി കണ്ടസ്റ്റൻസ് അത്രയും ക്രൂരമായ ഒരു ഗെയിം ആണോ ജിതിന് ഇവിടെ പെർഫോം ചെയ്യുന്നത്? ഇല്ല, അവര് മനഃപൂർവ്വം വെറുതെ വന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ റഷ്യയോടല്ല ചോദിച്ചു. അശ്വതി റഷ്യ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടോ? റഷ്യ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടെന്നോ? ഇല്ല ഞാൻ യോജിക്കില്ല. ഒരു ഏറ്റവും പേഴ്സണലി പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് റഷ്യ അതും ഒരു ഷോയിൽ പബ്ലിക്കായിട്ട് വന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഞങ്ങളും കണ്ടോണ്ടിരിക്കുന്നതാണ്. ജിതിന്റെ ഭാഗത്തുനിന്ന് പല മിസ്റ്റേക്സ് വന്നിട്ടുണ്ടാവും. പക്ഷെ ഇത്രയും ക്രൂരമായ രീതിയിൽ ജിതിനെ ചിത്രീകരിക്കാവുന്ന രീതിയിലൊരു മിസ്റ്റേക്കോ കാര്യങ്ങളോ ഒരു ഗെയിമോ ഒരു പെർഫോമൻസോ ജിതിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ധനുഷ്? ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം ഇപ്പൊ എന്താണെന്ന് വെച്ചാല്, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ലേ, ഒരു മിനിറ്റ് അശ്വതി, ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇല്ലേ, നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു ഷോയിൽ പറയുമ്പോൾ ചിന്തിക്കുന്നല്ല. കൊലപാതകം വാർഡ് ഭയങ്കര വല്ല വാർഡ്, കത്തി കൊണ്ട് കൊല്ലും, ഇതൊക്കെ വാർഡ് കുത്തിക്കൊള്ളും, ഇതൊക്കെ വാർഡിന് പറയുമ്പോ ഇൻവേർട്ടർ കോമായി ഏറി കൊലപാതകം ചെയ്യാൻ പോലും മടിക്കാത്ത വ്യക്തി എന്നാണ് ജിതിനെ പറയുന്നത്. ഒരു കാര്യം പറയുമ്പോ എന്ത് വലിയ കാര്യമാണെന്നിട്ടുള്ളത് ആലോചിക്കണം. അതുമല്ല അരവി, രാസ പറഞ്ഞ വേർഡ് വൺ ഓഫ് ദ വേർസ്റ്റ് contestant in Marvel Big Boss season 1.
ഗുഡ് പെർഫോമർ. ഞങ്ങളെ സീസണിൽ ഒരു പ്ലെയറും അല്ലെ ഒരു കണ്ടസ്റ്റന്റും വേസ്റ്റ് അല്ല. നിങ്ങൾക്ക് വേസ്റ്റും ബെസ്റ്റും പറയാം, പക്ഷെ അതിന് ഇങ്ങനത്തെ റീസൺ, അത് ഏത് രീതിയിലെ റീസണാ? അപ്പൊ രാശ അതിന് ജസ്റ്റിഫിക്കേഷൻ തന്നെ. നിങ്ങൾക്ക് ഇവിടെ വേസ്റ്റ് കണ്ടസ്റ്റൻസ് എന്ന് പറഞ്ഞ് എല്ലാവരും ഓരോ കണ്ടസ്റ്റന്റിനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു പേഴ്സണൽ അറ്റാക്കിലേക്ക് ഒരാൾ പോലും ഇത്രയും വളരെ മോശമായിട്ട് ഒരു കണ്ടസ്റ്റന്റിനെ ചിത്രീകരിക്കുന്ന രീതിയിൽ ഒരു കണ്ടസ്റ്റന്റ് ഇവിടെ സംസാരിച്ചിട്ടില്ല. റഷ തന്നെ ഇവിടെ റഷ പറഞ്ഞ കാര്യങ്ങള് ഇപ്പൊ ചിത്രീകരിക്കും. ഇപ്പൊ റഷ പറഞ്ഞു തുടങ്ങുന്ന തന്നെ ജിതിൻ എന്തോ പറഞ്ഞു ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ്. കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിലും പറഞ്ഞു നമുക്ക് പ്രതികരിക്കാൻ ഒരുപാട് രീതികളുണ്ട്. അവർ നമ്മളോട് പ്രതികരിച്ച രീതിയിൽ പ്രതികരിക്കണമെന്നില്ല. ഒരാൾ നമ്മളോട് എങ്ങനെ പ്രതികരിക്കണം അല്ലെങ്കിൽ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നമ്മൾ അങ്ങോട്ട് ബിഹേവ് ചെയ്യണം എന്നാ പറയുന്നത്. അപ്പൊ അത് കഴിഞ്ഞ വീക്കിലും നമ്മൾ പറഞ്ഞെന്ന കാര്യമാ. അത് മാത്രമല്ല, ജിതിൻ പറഞ്ഞ അല്ലെങ്കിൽ ജിതിന്റെ ഗെയിമിനെതിരെ റഷയ്ക്ക് സംസാരിക്കാം. പക്ഷേ ഒരു ക്രൂര വ്യക്തിയായിട്ട് ഡേവിഡ് മ്യൂട്ടി വ്യക്തിയായിട്ട് ചിത്രീകരിക്കേണ്ട ഒരു ആവശ്യം അവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല റഷ. ഡേവിഡ് എപ്പോഴും വന്ന് ഇങ്ങനെ ഇന്റർപ്രീറ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത്. അല്ലല്ലോ, അങ്ങനെ ചെയ്തല്ല. ഇതെന്റെ ഹെഡ്സെറ്റ് എടുത്തപ്പോ സൗണ്ട് വന്നതാണ് കേട്ടോ. പിന്നെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ ചോദിച്ചൂടെ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ നിങ്ങളെ പോലെ തന്നെയാണ് ബാക്കി കണ്ടസ്റ്റൻസ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് അവസരം പറ്റില്ലേ? മ്യൂട്ടി ഇവിടെ ഒരു കാര്യം സംസാരിക്കുന്ന കേൾക്കാൻ പറ്റുന്നില്ലേ? ധനീഷ് സംസാരിക്കൂ. അപ്പം അറബി പറഞ്ഞ കാര്യത്തിൽ തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, രാഷ സംസാരിച്ച കാര്യം നമ്മൾ കഴിഞ്ഞ ആഴ്ചയും സംസാരിച്ച് റിയാക്ഷന് ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ പറയും. പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യം, അങ്ങനെ വേണോ റിയാക്ട് ചെയ്യാൻ? പട്ടി കടിക്കാൻ വരും, തിരിച്ച് പട്ടിയെ കടിക്കുവോ? പട്ടി കടിക്കാൻ വരും, തിരിച്ച് പട്ടിയെ കടിക്കുവോ? എന്താ ഒന്നും പറയാനില്ല ആർക്കും. ആരും ഓർത്ത പോലും ഇല്ല. മാക്സിമം അനങ്ങാതെ നിൽക്കാനേ ശ്രമിക്കുള്ളൂ, അല്ലെങ്കിൽ അതിലും വലിയ റിയാക്ഷൻ അവിടെ നിന്ന് ഉണ്ടാവും. ജിതിൻ എന്താ പറയാനുള്ളേ ഇത് കേട്ടിട്ട്? ഇല്ല, ഞാൻ ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒന്നും എന്താ പറയാ, എനിക്കത് കേട്ടപ്പോ വിഷമമായെങ്കിലും ഞാനിപ്പോ എന്താ വെച്ചാൽ അതൊക്കെ ആസ് പാർട്ട് ഓഫ് ഗെയിം എന്നുള്ള രീതിക്കാണ് ഞാൻ എടുക്കുന്നുള്ളൂ. കാരണം മത്സരത്തിന് വേണ്ടിയിട്ട് എന്ത് ലെവലിലും പോവാം എന്നുള്ളത് റഷ കാണിച്ചു തന്നു ഞാൻ വിചാരിക്കുള്ളൂ. അതെ, പക്ഷെ അതിനകത്ത് റഷ പിന്നെ ഞാനത് പറയുന്ന വിക്ടിം കാർഡായിട്ട് എനിക്ക് ഇറക്കാൻ താല്പര്യമില്ല. അതാണ് റഷ പറയുന്ന ഒരു കാര്യം, ജിതിൻ ഏതറ്റം വരെയും പോകുന്നതാണ് അല്ലെ. പക്ഷെ റഷ ഇവിടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു, ഒരു ഗെയിമിന് വേണ്ടി ഒരാളെ പറ്റി റഷ ഏതറ്റം വരെയും സംസാരിക്കുക എന്നുള്ളത് ഭയങ്കര പാടായിട്ടുള്ള കാര്യമാണ് റഷ. ധനുഷ്, എനിക്ക് ഈ ഒരു കാര്യത്തിൽ റഷയോട് സംസാരിക്കാൻ താല്പര്യമില്ല. ധനുഷിന് സംസാരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്യാം. പറഞ്ഞോളൂ. ഞാനതൊരു ഗെയിമിന്റെ ഭാഗമായിട്ടാണ് പറഞ്ഞത്, അല്ലാതെ ഞാൻ അൺമ്യൂട്ട് ചെയ്യാന്നാ പറഞ്ഞത്, സംസാരിക്കാന്ന് ഞാൻ പറഞ്ഞില്ല. ധനുഷ്, എനിക്ക് പറയുന്നുണ്ട്, ഇതിനു മുമ്പ് നമ്മള് ഒരാളെ കൊണ്ട് പേഴ്സണലി ഗ്രൂപ്പിലും വീക്കെൻഡ് എപ്പിസോഡിലും ഒരു മാപ്പ് അറിയിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ റഷയ്ക്ക് വേണ്ടിട്ട്. അത് ആ നാട്ടിൽ അങ്ങനെ ഒരു അർത്ഥമുണ്ട്. പക്ഷെ സ്ലാങ് മാറുന്നത് കൊണ്ട് ആ വ്യക്തിനെ കുറിച്ച് പലതവണ റഷ അത്രയും വേലുണ്ടെങ്കിൽ മാപ്പ് പറയിച്ചതാണ്. അതേ റാഷ തന്നെ ഗെയിമിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞ ഒരാളെ കൊലപാതകം ചെയ്യുന്ന രീതിയിൽ വരെ കൊണ്ടുപോയി. റഷ എന്ത് സ്റ്റാൻഡാണ് എടുക്കുന്നത് അല്ലേ? രാഷ, അപ്പം ഞാൻ ഒരു കാര്യം പറയാം. രാഷ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വളരെ തെറ്റുള്ള സ്റ്റേറ്റ്മെന്റാ. അതൊരു ഷോയിൽ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് അല്ല, ഇമോഷണൽ ആവാൻ വേണ്ടി അല്ല പറയുന്നത്. ഇത് നിങ്ങൾ എന്താണ് ജനങ്ങളെ കാണിച്ചു കൊടുക്കുന്ന കാര്യമാണ്. അപ്പൊ രാഷ ഇതിനു വേണ്ടി ജിതിനോട് മാപ്പ് പറയണം. പറയാം, എനിക്കൊരു പ്രശ്നം. ഞാനത് ഗെയിമിന്റെ ഭാഗമായിട്ട് പറഞ്ഞതാണ്. റഷ പറഞ്ഞത് ജിതിൻ എന്തായാലും അത്രയ്ക്കും പറഞ്ഞിട്ടുണ്ടായി, ഒരു കൊലപാതകം ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് അത്രയ്ക്കും വൃത്തികെട്ട ഗെയിം കളിക്കുന്ന ഒരാളെ കൊല്ലാൻ പോലും മടിക്കാത്ത വ്യക്തി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് വളരെ വലുതാണ്. ചിരിക്കാനുള്ള റഷ പറയുന്നത് തമാശയല്ല. ഞാനത് തമാശ രീതി പറഞ്ഞാണ്. ബിഗ് ബോസിന്റെ തമാശ. അപ്പൊ ഇവിടെ തമാശയായിട്ടാണ് എടുക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്നെ മനുഷ്യത്വം ഇല്ലാത്തവൻ എന്നടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ജിതിൻ ഇവിടെ എങ്ങനെ പെരുമാറിയെന്ന് അറിയില്ല. പിന്നെ അത് ഗെയിം കഴിഞ്ഞുകൊണ്ട് ഗെയിമിന് വേണ്ടി എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടാസ്ക് കഴിഞ്ഞ് ഇവിടെ ഒരു ടാസ്കും റഷ്യക്കായാലും ഇവിടെ ഒരു കണ്ടസ്റ്റിനും തമാശ കളിക്കാൻ വേണ്ടിയിട്ടല്ല. അത്ര എഫേർട്ട് ഇട്ട് ഉറക്കം ഒഴിഞ്ഞ ഒരു ടാസ്ക് ഡിസൈൻ ചെയ്ത് അവിടെ കൊണ്ടുവന്ന് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നിങ്ങൾക്കത് തമാശയാക്കാനല്ല. രണ്ടാമത്തെ കാര്യം, ഒരാളെ കൊലപാതകയാക്കുന്നതും മനുഷ്യത്വമില്ലാത്തവനും ദയയില്ലാത്തവനും വൃത്തികെട്ടവനും ആക്കുന്നത് തമാശയല്ല. പിന്നെ മൂന്നാമത്തെ കാര്യം, തെറ്റ് പറ്റി എന്നുള്ളത് തിരിച്ചറിയാനും അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവണം. അതിന് മാപ്പ് പറയാനുള്ള മനസ്സുണ്ടാവണം. തിരിച്ച് കുറ്റം പറയാ അല്ലാതെ ഞാനൊരു ഗെയിമാണെന്ന് പറയല്ല. ആ ടാസ്ക് അവിടെ അവസാനിച്ചിട്ട് റഷ്യ അത് പറഞ്ഞിട്ടില്ല എന്ന് പറയാമോ? വീണ്ടും വീണ്ടും റഷ്യ അത് പറഞ്ഞിട്ടുണ്ട്, മനുഷ്യത്വമില്ലാത്തവൻ ദയയില്ലാത്തവനെന്ന്. റഷ്യ ഇത് ഞങ്ങൾ എല്ലാവരും കേൾക്കുന്നുണ്ട്. അപ്പൊ റഷ്യ ജിതിനോട് മാപ്പ് പറയാൻ തയ്യാറാണോ? ആണ്, ഞാൻ പറയല്ലോ. പറഞ്ഞോളൂ. ഞാൻ മാപ്പ് പറയില്ലല്ലോ. പറഞ്ഞോളൂ, മാപ്പ് പറഞ്ഞോളൂ. സോറി ജിതിൻ. അതും രാശയ്ക്ക് കുറ്റബോധം തോന്നുന്നില്ല അകത്ത്. അയ്യോ ഞാൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിന്. എനിക്കാണ് ഇപ്പം ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോ എനിക്ക് കുറ്റബോധം തോന്നും. അന്നിത് ഞാൻ ആ വ്യക്തിയോട് പോയി പറയും, ബ്രോ എനിക്കൊന്ന് പറയാൻ പറ്റുമോ? ഇപ്പൊ ഈ പറഞ്ഞ സോറിയിലടക്കം അവള് ചിരിച്ചിട്ടാണ് പറഞ്ഞത്. അവൾക്കതൊരു തമാശയായിട്ടാണ് ഇപ്പോഴും അത് തോന്നുന്നത്. കാരണം അവളത് അക്സെപ്റ്റ് ചെയ്യില്ല. അത് എനിക്കത് നമ്മളൊരു സോറി പറയുമ്പോൾ നമ്മളെ ഉള്ളിൽ ഫീൽ ആവുന്ന നമ്മൾ ഇതിന് സംസാരിക്കാൻ പോലും അവസരം കൊടുത്തിട്ടില്ല. 2 വീക്കെൻഡ് 3 വീക്കെൻഡ് പോലും നമുക്ക് ജിതിന് അഭിപ്രായം പറയാനുള്ള സ്പേസ് പോലും നമ്മൾ കൊടുത്തിട്ടില്ല. ഇവിടെ നമ്മൾ റഷ്യക്ക് സ്പേസ് കൊടുക്കുന്നുണ്ട്. പക്ഷെ റഷ്യക്ക് അപ്പോഴൊരു കുറ്റബോധം ഇല്ല, തമാശയായിട്ട് ചിരിച്ചു കളിച്ചെടുക്കുന്നത്. അതിന്റെ സീരിയസ്നെസ് ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥ പോലും റഷ്യക്കില്ല. ഇപ്പോഴും നമ്മൾ കളിയാക്കുന്നതാണോ തമാശയായിട്ട് എടുക്കുന്നതാണോ എന്നറിയില്ല. അതെ, നമുക്ക് എന്തായാലും നമുക്ക് ഈ ടോപ്പിക്ക് വിടാം. എന്തായാലും ഈ ഒരു കാര്യം കൂടെ പറയണ്ട. ഈ സോറി എന്നൊക്കെ പറയുന്ന വാക്ക് എന്ന് പറഞ്ഞാൽ വലിയ ആത്മാർത്ഥതയുള്ള അല്ലെങ്കിൽ വലിയ വാല്യൂ ഉള്ള വാക്കാണ്. അതിവിടെ ഇങ്ങനെ പറയുമ്പോൾ എനിക്കതൊരു സോറിക്ക് ഒരു വിലയില്ലാത്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആദ്യത്തെ ആഴ്ച പറഞ്ഞായിരുന്നു, സോറി എന്ന് പറയുന്ന വേർഡിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. സോറി, റെസ്പെക്ട്, ഇതിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ആ ടോപ്പിക്ക് സംസാരിക്കുന്ന ആവശ്യമില്ല. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് പോകാം. ഓഡിയൻസ് റെസ്പോൺസിലേക്ക് പോയാലോ ആദിത്യ? അതെ, ഓഡിയൻസ് റെസ്പോൺസ്. ഒന്ന് സൂം ചെയ്യാമോ? ആദ്യം ഒന്ന് സൂം ചെയ്യാമോ? അനുസരണ ഞാനത് ഒന്ന് സൂം ചെയ്ത് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. ധനുഷ് ഒന്ന് വായിക്കാമോ? ഫസ്റ്റ് എഴുതി. സോറി. മൻസു ചുമ്മാ മത്സരിക്കാൻ വന്നതായി തോന്നുന്നില്ല. അനുസരണ ഇല്ലെങ്കിൽ ഇജക്ട് ചെയ്ത് വിടൂന്നാണെന്ന് തോന്നുന്നു. മൻസുവിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അനുസരണ ഇല്ലെങ്കിൽ ഇജക്ട് ചെയ്ത് വിടൂ. ഒരു മിനിറ്റ് ആദിത്യ, അത് വായിക്കാമോ ആദിത്യ? വായിക്കാം. അനുസരണ ഇല്ലെങ്കിൽ ഇജക്ട് ചെയ്ത് വിട്. മൻസു ചുമ്മാ മത്സരിക്കാൻ വന്നതായി തോന്നുന്നില്ല. ക്യാപ്റ്റനെ അനുസരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഷോയിൽ തുടരുന്നത്? ഇത് ഷെയർ ചെയ്യൂ, പ്രേക്ഷകരുടെ അഭിപ്രായം എന്ന് പറഞ്ഞു. ഓക്കെ, ബാക്കി റെസ്പോൺസ് ഒന്ന് കാണിക്കാമോ ആദിത്യ? ബിഗ് ബോസ് ഗെയിം ഒക്കെ അടിപൊളിയാണ്. പക്ഷെ ഇപ്പൊ ഗ്രൂപ്പിസം പോലെ തോന്നുന്നു. കണ്ടസ്റ്റൻസിന്റെ ഇടയിൽ വളരെ മോശം മത്സരാർത്ഥിയായിട്ടാണ് എനിക്ക് മൻസുനെ തോന്നിയത്. അവൻ ബിഗ് ബോസിൽ പോയത് മത്സരിക്കാനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വായിൽ തോന്നിയതൊക്കെ വിളിക്ക് മറ്റു മത്സരാർത്ഥിയെ വെറുതെ ചൊറിഞ്ഞുകൊണ്ട് ഇരിക്കുകയാ. ചില ആൾക്കാരുടെ പക്ഷം കൂടുന്നത് പോലെ തോന്നുന്നു. ടാസ്കിലെ പെർഫോമൻസ് ഒന്നും മികച്ചതായി തോന്നുന്നില്ല. ഹായ് ബിഗ് ബോസ്, ഈ കണ്ടസ്റ്റൻസ് ഒക്കെ ചുമ്മാ ചലപല ഇമോജി മാത്രം ആയി മെസ്സേജ് ഇടുന്നത് ക്രിഞ്ച് ആയി തോന്നുന്നുണ്ട്. അനാവശ്യമായി ഇമോജി ഇടുന്നത് ലിമിറ്റ് ചെയ്യാമോ? വെറുതെ കുറെ ഇമോജീസ് ഇടുമ്പോൾ ഇമ്പോർട്ടന്റ് ആയ ബാക്കി മെസ്സേജ് ഒക്കെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. കണ്ടിട്ടുണ്ടായിരുന്നു. അടുത്ത നെക്സ്റ്റ്. ഗെയിമിനെ കുറിച്ച് നല്ല അഭിപ്രായം. ടാസ്കുകളൊക്കെ നന്നായിട്ടുണ്ട്. ഇൻസ്റ്റയിൽ കുറച്ച് വോട്ടുണ്ട് എന്ന് പറഞ്ഞ് BB ഹൗസിൽ ഒന്നും ചെയ്യാൻ സാധിക്കാതെ മോശം പെർഫോമൻസ് കാഴ്ചവെക്കുന്ന സ്നേഹയെ പോലെ ഉള്ളവരെ അതിൽ സംരക്ഷിച്ച് നിർത്തിയിട്ട് നന്നായി കണ്ടന്റുകൾ തരുന്ന താരചേച്ചിയെ ഔട്ടാക്കിയതിനോട് തീരെ യോജിപ്പില്ല. ഇൻസ്റ്റയിലുള്ളവരെല്ലാം വന്ന് ഷോ കാണുന്നില്ല എന്ന ബോധ്യം ഉണ്ടാവുന്നത് ബിഗ് ബോസ് ടീമിന് നന്നായി.
അപ്പൊ ഇതുപോലെ ഓക്കെ. നിങ്ങളുടെ എല്ലാവരുടെയും എന്താ ഇത് കുറിച്ചിട്ട് ഓഡിയൻസ് റെസ്പോൺസ് ഒരുപാട് വരുന്നുണ്ട്. അപ്പോ എല്ലാവരും ഇത് കാണുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങളുടെ പല ചിന്തകളും എത്ര ഇറിറ്റേറ്റിംഗ് ആണ് എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. ഞാനും കണ്ടിരുന്നു എന്താ മെസ്സേജ് നോക്കാൻ വന്നപ്പോ അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ ഇമോജീസ് ഇട്ട്, അത് ഇങ്ങനെയല്ല, ഇങ്ങനെ നിരത്തി നിരത്തി ഇമോജീസ് ഒക്കെ ഇട്ട് പോയിട്ടുള്ളത്. പിന്നെ ഗെയിം അത് ഇനി അത് ഒരു മിനിറ്റ് ഇമോജി കേൾക്കാം. ബ്രേക്ക് ആവുന്നുണ്ട് ധനുഷ്. ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോയാൽ. ധനുഷ് ഓഡിബിൾ ആണോ? ഓക്കെ, അടുത്തൊരു ടോപ്പിലേക്ക് പോവാം. ആദിത്യ, അപ്പോ നമ്മള് റഷ്യ എന്താ പറയാ, അതിന്റെ ഓഡിയോ എന്തെങ്കിലും അവൈലബിൾ ആണോ? റഷ്യ ബെസ്റ്റ് പെർഫോമൻസിന് പറഞ്ഞത്. ഉണ്ട്. ആ, അതൊന്ന് പ്ലേ ചെയ്യാവോ? എനിക്കിഷ്ടപ്പെട്ട സ്റ്റുഡൻസ് ഒന്ന് മൻസും പിന്നെ ഒന്ന് സ്നേഹയാണ്. മൻസു നല്ല അടിപൊളിയായി ചെയ്തു. ചെറിയായിരുന്നു എനിക്ക്. പിന്നെ സ്നേഹയും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ടീച്ചർമാരിൽ എനിക്ക് റഷ്യ ആത്മാർത്ഥമായിട്ട് തന്നെ ആയിരുന്നു അവര് ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് പറഞ്ഞത്. അതെ, ആത്മാർത്ഥമായിട്ടാണ്. അപ്പൊ നെക്സ്റ്റ് ഓഡിയോ ഒന്ന് പ്ലേ ചെയ്യാവോ? നെക്സ്റ്റ് ഓഡിയോ ആദിത്യ. ഞാൻ ആദ്യം മൻസുകാക്കാനാണ്. മൻസുകാക്ക വീക്കിലി ടാസ്കിലൊന്നും പെർഫോം ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോ എന്താണ് ചില ടാസ്ക് ഒന്നും ചെയ്യലില്ല, ഗെയിമിന് സീരിയസ് ആയിട്ട് എടുക്കണില്ല. പിന്നെ രണ്ടാമത് സ്നേഹയാണ്. സ്നേഹ വീക്കിലി ടാസ്ക് ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും ചില സമയത്ത് ഒന്നും ആക്റ്റീവ് തീരെ. ആദിത്യ ഓക്കെ. ഓക്കെ, രാശ ഏത് സ്റ്റാൻഡാ? റഷ്യയുടെ നിലപാട് രാശ ഏത് സ്റ്റാൻഡാ? അല്ല, ഞാൻ ചോദിക്കുക ഏത് സ്റ്റാൻഡാ? ബസ് സ്റ്റാൻഡ് ആണോ അതോ സൂപ്പർ സ്റ്റാൻഡ് ആണോ? അത് ഏത് സ്റ്റാൻഡാ? അതെ, ആ വീക്കിലി ടാസ്കിന്റെ ബെസ്റ്റ് പെർഫോമർ ആയിട്ട് സ്നേഹ. എന്താ പറയുക, സ്നേഹ അങ്ങനെ ആക്റ്റീവ് അല്ലാത്ത ആളാണ്. പക്ഷെ ഒരു സ്റ്റുഡന്റിന്റെ പോലൊക്കെ അവള് സംസാരിച്ചതൊക്കെ എനിക്ക് ഇഷ്ടമായി. പിന്നെ വീക്കിലി ടാസ്ക് റാംവാക്കും പിന്നെ പാട്ടൊക്കെ നല്ല അടിപൊളിയായി പാടി. അതുകൊണ്ട് എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. ബെസ്റ്റ് പെർഫോമർ ആയിട്ടുള്ള രണ്ടുപേരെ തന്നെ ജയിൽ നോമിനേറ്റ് ചെയ്യാൻ പാടുണ്ടോ? അതെന്ത് ലോജിക്കാണുള്ളത്? എനിക്ക് ശരിക്കും എനിക്കത് മനസ്സിലായില്ല. സത്യം പറയാ, ജയിൽ നോമിനേറ്റ് സത്യം പറഞ്ഞ ബെസ്റ്റ് പെർഫോമർ മൻസു, സ്നേഹ ജയിലിലേക്ക് പോകേണ്ടവര്. ഇല്ല, അത് ജയിലിലേക്ക് അത് വേറെ, ജയില് വേറെ, പെർഫോമൻസ് വേറെ. ജയിലിലേക്ക് ഞാൻ പറഞ്ഞത് സ്നേഹ ആക്റ്റീവ് അല്ലാത്തോണ്ടാണ്. പക്ഷെ വീക്കിലി ടാസ്ക് സ്നേഹ നന്നായിട്ട് ചെയ്തു, അതെനിക്ക് തോന്നി. പിന്നെ മൻസുവിന്റെ കാര്യം എന്ന് വെച്ചാൽ മൻസു പറയുന്നുണ്ട് വീക്കിലി ടാസ്കിന്റെ അടിസ്ഥാനത്തിൽ ഓവറോൾ പെർഫോമൻസിനെ അടിസ്ഥാനത്തിലും നിങ്ങൾ നോമിനേറ്റ് ചെയ്യണം. അപ്പൊ ഓവറോൾ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ, വീക്കിലി ടാസ്കിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു. പെർഫോമൻസ് ബെസ്റ്റ് പെർഫോമൻസ് എന്ന് മൻസുവിനെയും സ്നേഹയും പറഞ്ഞു. വീക്കിലി പെർഫോമൻസ് ധനുഷേ, മൻസു വീക്കിലി ടാസ്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല, ചെയ്തിട്ടില്ല. ക്ലാസ്സിൽ സംസാരിച്ച കാര്യം മാത്രല്ല, ഒരു ആനുവൽ ഫംഗ്ഷൻ കണ്ടക്ട് ചെയ്തിട്ട് മൻസു അന്ന് ബിഗ് ബോസിനോട് പറയുന്നത് എന്താണെന്നറിയാം? ബിഗ് ബോസ് ഞാൻ ഇപ്പം ചെയ്യാൻ റെഡിയാണ്. മൻസു ആണോ തീരുമാനിക്കുന്നത് ഈ ഷോയിൽ എപ്പോഴാ പെർഫോം ചെയ്യുന്നെന്ന്? അല്ല, പിന്നെ നിങ്ങൾക്ക് ബിഗ് ബോസ് എന്തിനാ? സ്റ്റാൻഡ് ഏതാന്ന് മനസ്സിലായി കഴിഞ്ഞു. ഓക്കെ, അത് ക്ലിയർ കട്ട് മനസ്സിലായി കഴിഞ്ഞു. എത്ര വന്നാലും നമ്മൾക്കത് മനസ്സിലായി. പെർഫോമൻസ് ഒരു വീക്കിന്റെ
പെർഫോമൻസിൽ ബെസ്റ്റ് പെർഫോമർ ആയിട്ട് 2 പേരെ തെരഞ്ഞെടുത്തിട്ട് വീക്കിലി പെർഫോമൻസിൽ മോശം പ്രകടനം കാഴ്ചവെച്ച 2 പേരെ നമ്മൾ ജയിലിലേക്ക് അയച്ച. ഈ രണ്ടിടത്തും അത് ഈ സെയിം 2 പേര് എന്ന് പറയുന്നത് അത്ര നല്ല നിലപാടല്ല. നിങ്ങൾ ഇപ്പോഴും ഗെയിം മനസ്സിലാക്കി കളിച്ചിട്ടില്ല. അപ്പോ നമുക്ക് അടുത്തൊരു വിഷയത്തിലേക്ക് പോയാലോ? ഗണേഷ്, ഡേവിഡിന്റെ ഓഡിയോ ഒന്ന് പ്ലേ ചെയ്യാമോ? ആദിത്യ ഡാനിഷ് ഒന്ന് ഹാൻഡിൽ ചെയ്യാമോ? ഹാൻഡിൽ ചെയ്യാം. അല്ല, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാ മുൻപേ. നമ്മുടെ ആനിവേഴ്സറി പ്രോഗ്രാം വന്നപ്പോഴേ മനസ്സിലാക്കിയതാ. പിന്നെ ഞാൻ കരുതിയത് ആനിവേഴ്സറി പ്രോഗ്രാമിന്റെ റിസൾട്ടോ അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ബിഗ് ബോസ് ആയിരിക്കും എന്നാണ്. പക്ഷെ അത് ഇവർക്ക് കൊടുത്തപ്പോഴേ അറിയാം. പിന്നെ നമ്മൾ ഇനി ഇവിടെ എന്ത് കാണിച്ചിട്ടും കാര്യമില്ല. ഇനി അവിടെ നമ്മളിവിടെ എത്ര വലിയ പെർഫോമൻസ് ചെയ്തിട്ടും കാര്യമില്ല. ചില ആൾക്കാരുടെ കാര്യങ്ങള് ഇനി അവരെത്ര ഇതെന്ന് പറഞ്ഞാൽ അവർ അടിമകളാ. ഇവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കത്തുള്ളൂ. ആ രീതിയിൽ സെറ്റ് ചെയ്ത് മുൻകൂട്ടി വെച്ചിരിക്കുക. അങ്ങനെയാണ്. പക്ഷേ ഇത് എനിക്കെന്തോ ഇവിടെ കുറെ പേര് ഡേവിഡ് ആദിത്യ ഈ ഓഡിയോ കൂടി പ്ലേ ചെയ്യാം. പ്ലേ ചെയ്തോ. ഗ്രൂപ്പിസം കളിക്കാനായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇതിൽ മിക്ക ആൾക്കാരും മുന്നേ അറിയണവർ വന്നിട്ട് അവരെ തന്നെയാണ് എന്ത് ചോദിച്ചാലും അവരെ തന്നെയാണ് കൊളാബ് ചെയ്ത് പറയണുള്ളൂ. ഇവിടെ ബാക്കിയുള്ളവരെ ഞാൻ എന്നെ പറയണമെന്ന് പറയുന്നില്ല, ബാക്കിയുള്ളവർ ഇതായിട്ട് പറയുന്നില്ല. അവരെപ്പോഴും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ചിലർ അവരെപ്പോഴും മറ്റേ അറിയണ ആൾക്കാർ മാത്രമേ പറയുള്ളൂ. അങ്ങനെ കുറെ സീനുകളുണ്ട് ചില ആളുകളിൽ. ഓക്കെ, അപ്പൊ ഡേവിഡ് പറഞ്ഞോളൂ. ഓഡിയോ കേട്ടാണോ? അല്ല, ഓഡിയോയിൽ എന്താണ് അപ്പോൾ ഡേവിഡിനോട് ചോദിക്കാനുള്ളത്, ഇവിടെ ഏത് ഫേവറിസം, ഏത് ഗ്രൂപ്പിസം? ഞാൻ ആ കാര്യം പറഞ്ഞത് ഞാൻ ഗ്രൂപ്പിലെ കാര്യമാണ്. വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ. എനിക്ക് അല്ല, ഇതുപോലെയാണ് എനിക്ക് പറയാൻ അവസരം തന്നിട്ട് പിന്നെ ഇന്ററപ്റ്റ് ചെയ്തേ. ഈ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെയായിരുന്നു കേട്ടോ. അതിന്റെ കാര്യം പറയണ്ട, കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ. ഇത് ഞാൻ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ പ്ലേ ചെയ്ത ഓഡിയോ ആ ഗ്രൂപ്പിലെ കാര്യമാണ്. ഗ്രൂപ്പിലെ ചില ആൾക്കാരെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അത് ഗ്രൂപ്പിലെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലെ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾ ഗ്രൂപ്പിലെ ചർച്ചകൾക്കുള്ളിൽ പലതും പറയും. ഞാൻ മോശമായിട്ടൊരു വാക്കും പറഞ്ഞിട്ടില്ല. ചില ആൾക്കാരെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനെന്താണ് പ്രശ്നം? ചില ആൾക്കാരെ പൂഴ്ത്തി പറയാൻ വേണ്ടി ചിലർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞു. അത് ഗ്രൂപ്പിലെ ഗെയിമിന്റെ ഭാഗമായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ബിഗ് ബോസ് ആൾക്കാരെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അത് പറഞ്ഞത് ഒന്നോടൊന്ന് കേട്ടു നോക്കൂ. ഓക്കെ. ഡേവിഡ് ബിഗ് ബോസിനെ ആൾക്കാരെ ഒന്നോ പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ കാര്യം, വാട്സപ്പ് ഗ്രൂപ്പിൽ പലതും പറയും എന്ന് പറഞ്ഞു. ഇത് പലതും പറയാനുള്ള ഗ്രൂപ്പല്ല. ഒരു കാര്യം പലതവണ പറയും. കംപ്ലീറ്റ് ആക്കട്ടെ. ഇവിടെ ഡേവിഡിനെ കുറ്റപ്പെടുത്തിയിട്ടല്ല ഇവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഒരു കാര്യം ചോദിക്കുമ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് കയറാൻ വന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡേവിഡ് പറഞ്ഞ ആ കാര്യത്തെ പറ്റിയാണ്. ഗ്രൂപ്പിൽ പറഞ്ഞ ആ ഗ്രൂപ്പിസം ഫേവറിസത്തിനെ പറ്റി ക്ലിയർ ആക്കാൻ ഒരു ക്ലാരിഫിക്കേഷൻ തരാനാണ് പറഞ്ഞത്. പറയട്ടോ. പറഞ്ഞു. അത് ഞാൻ പറഞ്ഞത് ആ ഗ്രൂപ്പിനകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. ഗ്രൂപ്പിൽ ഒരു ഗ്രൂപ്പിസം ഉണ്ടെന്നും ആ ഗ്രൂപ്പിസത്തിൽ ചില ആൾക്കാരെ പുകഴ്ത്തി പാടാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നും ഗ്രൂപ്പിന്റെ ഗെയിമോട്ട് അത് എനിക്ക് ഗ്രൂപ്പിന്റെ ഗെയിമിൽ എനിക്ക് പറഞ്ഞുകൂടെ? അതെന്താണ്? ഞാൻ എന്റെ ഗ്രൂപ്പിലെ കാര്യമല്ലേ പറയുന്നത്. ഞാൻ ബിഗ് ബോസിനെ മെൻഷൻ ചെയ്തിട്ടില്ല. ബിഗ് ബോസ് പറഞ്ഞു പറഞ്ഞിട്ടില്ല. ഡേവിഡ് പറയുന്നില്ല. ചോദ്യം വ്യക്തമായിട്ട് കേൾക്കാം. നിങ്ങൾക്ക് പറയുന്നത് പലതും പറയാനുള്ള ഒരു ഗ്രൂപ്പല്ല. അവിടെ ഒരു കാര്യം പറഞ്ഞു, ബിഗ് ബോസോ അതിന്റെ പ്രതിനിധികളോ ഒരു കാര്യം ചോദിക്കുമ്പോൾ അത് ക്ലാരിഫിക്കേഷൻ, അത് എന്താ പറഞ്ഞത് എന്നുള്ളത് അവർക്ക് ക്ലാരിഫിക്കേഷൻ അത് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ്. അല്ലാതെ ഗ്രൂപ്പ് ഒരു മിനിറ്റ് പറഞ്ഞു കഴിയട്ടെ. പലതും പറയുന്നില്ല. ഇവിടെ നിങ്ങളെ കുറ്റപ്പെടുത്താനോ നിങ്ങൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റാണോ എന്ന് പറയാൻ പോലും ഞങ്ങൾ വന്നിട്ടില്ല. ഞങ്ങൾ അവിടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാണ് ചെയ്തത്. നിങ്ങൾ പറയാൻ വന്ന കാര്യം എന്താണെന്ന് ക്ലിയർ ആക്കുകയാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇവിടെ ഗ്രൂപ്പിസം ഫേവറിസം ഉണ്ട് എന്ന് തോന്നി. അത് ആരെ കുറിച്ചാണ് പറഞ്ഞത്, എന്താണ് പറഞ്ഞത്, ക്ലാരിഫിക്കേഷൻ തരാൻ
തരണം. കാരണം ഞങ്ങൾ കയറ്റിവിട്ട കണ്ടസ്റ്റൻസ് ഇവിടെ ഒരു ഷോയ്ക്ക് ഒരു വിന്നറിന് വേണം. ആ വിന്നറിലേക്ക് എത്താനുള്ള കുറെ ടാസ്കുകളും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത് അതിനു വേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഗ്രൂപ്പ്. അവിടെ സംസാരിക്കുമ്പോൾ അതിനകത്ത് കയറ്റിവിട്ട ഞങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞ കാര്യം ക്ലാരിഫിക്കേഷൻ വേണം. ഞാൻ പറഞ്ഞോട്ടെ, ഒന്ന് മ്യൂട്ട് ചെയ്യാം, ഞാൻ പറഞ്ഞോട്ടെ. ഞാനൊരു ഷോയിലേക്ക് വരുമ്പോൾ ഞാൻ ബിഗ് ബോസ് ഷോ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം, ആൾക്കാരെ പ്രൊവോക്ക് ചെയ്യാം, സംസാരിക്കാം. എന്റെ വായിൽ നിന്ന് ഞാൻ ഒരാളെ ചീത്ത വിളിച്ചിട്ടില്ല, വളരെ മോശമായിട്ട് ഒരു വാക്കും അതിനകത്ത് പറഞ്ഞിട്ടില്ല. ചില ആൾക്കാർ ചില വ്യക്തികളെ ഗ്രൂപ്പിസമായിട്ട് സെറ്റ് ചെയ്ത് നിർത്തിക്കൊണ്ടെന്ന് പറയും. അതെന്റെ ഗെയിമിന്റെ ഭാഗമാണ്, അതെന്റെ ഗെയിമിന്റെ ഭാഗമാണ്. പല ഷോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് അപ്പൊ എന്നിട്ട് മനസ്സിലായിട്ടില്ലേ, വീക്കെൻഡ് എപ്പിസോഡിൽ അതിന്റെ ഹോസ്റ്റ് വന്നിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ചോദിക്കാറുണ്ട്. അവിടെ അവരുടെ മുഖത്ത് നോക്കി ഒരു കണ്ടസ്റ്റന്റ് ഇവിടെ ഞാൻ പലതും പറയും, ഞാൻ അവിടെ ചീത്ത വിളിച്ചില്ലല്ലോ എന്ന് പറയാറില്ല. പലതും പറയുമെന്ന് ഞാൻ പറഞ്ഞില്ല, അങ്ങനെ സംസാരിക്കല്ലേ. ഞാനൊന്ന് പറഞ്ഞോട്ടെ 100%. ഞാൻ ചോദ്യം ക്ലിയർ ചെയ്യട്ടെ. നിങ്ങളടുത്ത് ചോദിക്കുന്ന കാര്യം ക്ലിയർ ആയിട്ട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് നിങ്ങൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇവിടെ നിങ്ങളെ കയറ്റിവിട്ടത് ഗെയിം കളിക്കാനാണ്. അവിടെ നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും അത് കേൾക്കുന്നത് ഞങ്ങൾക്ക് കേൾക്കാൻ ഞങ്ങൾ വന്നവരാണ്. അത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് അത് കേൾക്കേണ്ടത്. ഇവിടെ നിങ്ങൾ കയറ്റിവിട്ട കണ്ടസ്റ്റന്റിന്റെ അവിടെ ഫേവറിസം ഉണ്ട് എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരൊക്കെയാണെന്ന് പറയണം. ഇവിടെ നിങ്ങൾക്കൊപ്പം നിന്നിട്ട് അത് ആരൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി അതുപോലും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റാതെ ഞങ്ങൾക്ക് ഞാൻ പലതും പറയും, അങ്ങനെ പലതും പറയാം. നിങ്ങളുടെ ഫാമിലിക്ക് പല ഇത് ഡേവിഡ് എന്താണ് ബിഗ് ബോസ്? ഞാൻ എന്റെ ഗ്രൂപ്പിൽ ഗെയിമിനെ സംബന്ധമായിട്ട് ഞാൻ ഗെയിമിൽ പലതും പറയുമെന്നാണ് പറഞ്ഞത്. അല്ലാതെ ഡേവിഡ് ചോദിക്കുന്നത് നിങ്ങൾ എന്ത് പറഞ്ഞു, എന്ത് ഫീൽ ചെയ്തിട്ടാണ് പറഞ്ഞത്? ക്ലാരിഫിക്കേഷൻ തരാൻ നിങ്ങൾ പാകിസ്ഥാനാണ്. ഓക്കെ, ഞാൻ അതിന്റെ ക്ലാരിഫിക്കേഷൻ പറയാം. ഓക്കെ, എനിക്ക് പറയാൻ അവസരം തരും. ഓക്കെ, ഞാൻ അതിന്റെ ക്ലാരിഫിക്കേഷൻ പറഞ്ഞത് അതിനകത്ത് ആ ഗെയിമിന്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ? ചില ആൾക്കാരെ സെറ്റ് ചെയ്ത് അവർക്ക് ഇനി എന്ത് പറഞ്ഞാലും അവർ പെർഫോം ചെയ്തില്ലെങ്കിലും അതിനകത്ത് അവരെ പുകഴ്ത്തി പറയാനും അല്ലെങ്കിൽ അത് അങ്ങനെ പറയാൻ വേണ്ടി അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു. അതെന്താണ് അതിന്റെ അത് ഞാൻ എന്റെ ഗെയിമല്ലേ, അതെന്റെ ഗെയിമല്ലേ ഞാൻ പറഞ്ഞത്. നിങ്ങളെ അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല? എന്ത് ഫീൽ ചെയ്തിട്ടില്ലെന്ന് എന്താണ് മെയിൻ ചെയ്ത്? അല്ല, ആ ഒരു കാര്യം കൊണ്ട് എന്താണ് ബിഗ് ബോസ് മെയിൻ ചെയ്ത് എന്ന് പറയാം. ഞാൻ ബിഗ് ബോസിന് ഫേവറിസം ഉണ്ടെന്ന് പറയാനാണോ? എന്നെങ്കിൽ 101% ഫേവറിസം ഉണ്ട്. ഫേവറിസം ഉണ്ട്, അതുണ്ട്. ഞാൻ പറഞ്ഞു തരട്ടോ 101% ഈ ഷോയിൽ ഈ പറയുന്ന ഷോയിൽ 101% ഫേവറിസം ഉണ്ട്. നിങ്ങൾ ആൾക്കാരെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. എന്താണ് ഞാൻ പറഞ്ഞു തരട്ടോ? ഞാൻ പറഞ്ഞു തരട്ടോ എന്താണ് ഞാൻ പറഞ്ഞു തരട്ടോ? 100 കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാമല്ലോ. 100 കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാമല്ലോ. എത്ര ഞാൻ പറഞ്ഞു തരണോ? എനിക്ക് പറയാൻ അവസരം ഉണ്ടോ? തരുവോ? ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ചോദിച്ച ക്വസ്റ്റ്യൻ ഡേവിഡിനെ കുറ്റപ്പെടുത്തിയോ ഡേവിഡിന്റെ ഭാഗത്ത് സംസാരിക്കാൻ ഞങ്ങൾ തന്നിട്ടില്ല. ഞങ്ങൾ ഇവിടെ ഡേവിഡ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ അവരാരാണ്, നിങ്ങൾക്ക് അതെങ്ങനെ ഫീൽ ചെയ്ത് ഇവിടെ ഗ്രൂപ്പിൽ തന്നത്? ഇതിന് മുമ്പ് ഞങ്ങൾ സംസാരിച്ചു. ഇവിടെ സംസാരിക്കുന്ന കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇവിടെ ഞങ്ങൾ ചോദിച്ചു, ഇവിടെ പലർക്കും ഗ്രൂപ്പ് ഉണ്ടോ, നിങ്ങൾ ഗ്രൂപ്പിൽ ഡിസ്കഷൻ നടത്തുന്നുണ്ടോ? അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പൊ ഡേവിഡിന്റെ ഈ ഓഡിയോ പ്ലേ ചെയ്തത്. അങ്ങനെ എന്തെങ്കിലും ഡേവിഡിന് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഓപ്പൺ ചെയ്യാനും അതിനെ ഇല്ലാതാക്കി ഇൻഡിവിജ്വൽ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. അപ്പൊ ഡേവിഡ് പറയുന്നു അല്ല, ഈ കാര്യത്തിൽ ചോദ്യം ചെയ്യാൻ ഒന്നുമില്ല. ഞാൻ എന്റെ ഗെയിമിന്റെ ഭാഗമായിട്ട് സംസാരിച്ചാണ്. ആ കാര്യത്തിൽ ഇതെടുത്തിട്ട് ചോദ്യം ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. അതിൽ ഗ്രൂപ്പീസ് ഉണ്ടെന്ന് എനിക്ക് പറയാം. അതെന്റെ ഗെയിമിന്റെ ഭാഗമാണ്. ഞാൻ അതിൽ ഗ്രൂപ്പീസ് ഉണ്ടെന്ന് അതിൽ ഞാൻ ഡേവിഡ് മ്യൂട്ട് ചെയ്യാം. ആർവി 1 മിനിറ്റ്. ഡേവിഡ് മ്യൂട്ട് ചെയ്യാം. ആർവി 1 മിനിറ്റ്. ഡേവിഡ് എന്തിനാ ഫ്രസ്ട്രേഷൻ ആദ്യം ലെഫ്റ്റ് അല്ല ഞാൻ പറയും. ഒരു മിനിറ്റ് ഞാൻ പറയാൻ പോണ ഒറ്റ ഒരു കാര്യം. ഇവിടെ നിൽക്കുന്ന ഓരോ കണ്ടസ്റ്റന്റും തോന്നുന്നുണ്ട് ഞങ്ങൾ ഈ ഗെയിം സെറ്റ് ചെയ്ത് വെച്ചേക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ആൻസർ ഈ പറഞ്ഞ ഫിനാലിൽ നിങ്ങൾക്ക് അതിന് ആൻസർ കിട്ടിക്കോ. പിന്നെ ഞങ്ങളിവിടെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഫ്രസ്ട്രേഷൻ തീർക്കാനാണ് നിങ്ങള് ഇത്. ഇവിടെ ഞങ്ങൾക്ക് ഫ്രസ്ട്രേഷൻ തീർക്കാനാണ്. ഞങ്ങൾക്ക് ഫ്രസ്ട്രേഷൻ തീർക്കാൻ അങ്ങേറ്റത്ത് ഫ്രസ്ട്രേഷൻ തീർക്കാൻ ഞങ്ങൾക്കറിയാം. ഇവിടെ സംസാരിക്കാൻ അവസരം മ്യൂട്ടി. ഇവിടെ നമ്മള് ഇവിടെ പല കണ്ടസ്റ്റന്റിനോടും ഈ ഇത്രയും നിൽക്കുന്ന സമയവും നമ്മൾ ഓരോ വീക്കെൻഡ് എപ്പിസോഡും ഇവിടെ വന്ന് ഓരോ കണ്ടസ്റ്റൻസും സംസാരിച്ചിട്ടുള്ള പോസിറ്റീവ് കാര്യങ്ങള് എല്ലാവരും വീഡിയോ ആണെങ്കിൽ
നമ്മൾ സംസാരിച്ചിട്ടുള്ള പോസിറ്റീവ് കാര്യങ്ങളും നെഗറ്റീവ് കാര്യങ്ങളും നമ്മളിവിടെ ചോദിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, അപ്രിഷിയേറ്റ് ചെയ്തിട്ടുണ്ട്, അവരുടെ തെറ്റുകൾ തിരുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവരൊരാൾ പോലും നിങ്ങൾ എന്തിനാ ചോദിക്കുന്നതെന്ന് ചോദിച്ചിട്ടില്ല. കാരണം ഞങ്ങൾ ഇവിടെ വന്നിട്ട് വെറുതെ അല്ല നിൽക്കുന്നത്, നിങ്ങളുടെ പെർഫോമൻസ് വിലയിരുത്തുന്നതാണ്. നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകൾ പ്രേക്ഷകർക്ക് ക്ലാരിഫിക്കേഷൻ കൊടുക്കണം. ഇവിടെ മത്സരിക്കുന്ന ബാക്കി കണ്ടസ്റ്റൻസ് ക്ലാരിഫിക്കേഷൻ കൊടുക്കണം. നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും ഞങ്ങൾ ചോദിക്കും. അത് ചോദിക്കാൻ പാടില്ല എന്ന് പറയാൻ നിങ്ങൾക്കൊരു അവകാശമില്ല. കാരണം ഈ ഷോയിൽ നിങ്ങളെ കയറ്റി വിട്ടത് ഗെയിമിനാണ്. ആ ഗെയിമിന്റെ ഭാഗമായിട്ടായാലും എന്തിന്റെ ഭാഗമായിട്ടാലും നിങ്ങൾ അവിടെ സംസാരിക്കുന്ന കാര്യങ്ങൾക്ക് ഞങ്ങൾ ക്ലാരിഫിക്കേഷൻ ആവശ്യപ്പെട്ടാൽ നിങ്ങൾ അത് പറയാൻ ബാധ്യസ്ഥരാണ്. ഇവിടെ അത് തന്നെയാണ് ഇവിടെ നിൽക്കുന്ന ഓരോ സംസാരിക്കുന്നത്. ഒരാൾ പോലും പറഞ്ഞിട്ടില്ല അത് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല, അതിന്റെ ഗെയിമിന്റെ ഭാഗമായിട്ട് പലതും പറയുമെന്ന്. ഇവിടെ ഡേവിഡ് സംസാരിക്കാൻ തുടങ്ങി. 2 മിനിറ്റ്. എനിക്ക് ഈ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ ടൈം. അതിനു മുമ്പ് 2 കാര്യം പറയുന്നു. ഈ ഷോ ഡേവിഡ് ടൈം തരത്തില്ല. ഡേവിഡ് മോശമായ രീതിയിലാണ് എന്റെ പോസ്റ്റിനോട് വോയിസ് റേസ് ചെയ്താ സംസാരിക്കല്. എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ സമയമായതുകൊണ്ട് എനിക്ക് 2 മിനിറ്റ് വേണം. എനിക്ക് 2 മിനിറ്റ് വേണം. എനിക്ക് ഈ ഓഫീസിൽ ഇറങ്ങുന്ന ഞാൻ ഓഫീസിൽ നിന്ന് അവസ്ഥയാണ് മനസ്സിലാക്കണ എന്റെ അവസ്ഥ. ഡേവിഡ് സംസാരിക്കാൻ അവസരം തരത്തില്ല. എന്താണ് ഡേവിഡ് അത്രയും ഡേയ്സ് ആയിട്ട് എന്റെ കോച്ചിനോട് സംസാരിച്ചേക്കണേ. എന്റെ കോച്ച് നിങ്ങൾ ഡേയ്സായി സംസാരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി അല്ല നിൽക്കുന്നത്. നിങ്ങൾക്ക് ഞങ്ങൾ ചോദ്യം ചോദിക്കുന്നതിന് വ്യക്തതയായിട്ട് അതിനുള്ള ആൻസർ തരണം. ഞാൻ പറഞ്ഞു തീർത്തോ? ചിന്ത അൺമ്യൂട്ട് ചിന്തക്ക് തോന്നുന്നുണ്ടോ? ഞങ്ങൾ ഇവിടെ ഫേവറിസം കാണിക്കലുണ്ടോ? ഇല്ല. ഓക്കെ മ്യൂട്ട് ചെയ്യ്. അഖിൽ അൺമ്യൂട്ട് ചെയ്യ്. അഖിൽ ഓഡിബിൾ ആണോ? മാധവ് അൺമ്യൂട്ട് ചെയ്യ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞങ്ങൾ ഫേവറിസം ചെയ്യുന്നുണ്ടെന്ന്? ഞങ്ങൾ ഈ ഗെയിം സെറ്റ് ചെയ്തിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഓക്കെ പ്രിൻസ് അൺമ്യൂട്ട് ചെയ്തേ. പ്രിൻസ് കേൾക്കാമോ? കേൾക്കാൻ പറ്റില്ല. ആസിഫ് അലി, ഞങ്ങൾ എന്തെങ്കിലും പ്രവർത്തനം കാണിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾ പലതും പറയും, അങ്ങനത്തെ ഒരു ഇത് ആസിഫ് അലി കേൾക്കുന്നുണ്ടോ? ഇല്ല, എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ. ഞങ്ങൾ ഈ ഗെയിം സെറ്റ് ചെയ്തിട്ടുണ്ട്. റഷ്യക്ക് എന്താ പ്രശ്നം? ഒരു മിനിറ്റ് പ്രശ്നം ചോദിക്കാം. ഒരു മിനിറ്റ് ജിതിന് പറ, ആൻസർ പറ. എന്താണ് ചോദ്യം? എന്താണ് കേട്ടില്ല. ഇവിടെ ഞങ്ങൾ ഈ ഗെയിം മുമ്പേ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫേവറിസം കാണിക്കുന്നുണ്ടോ? ഇവിടെ ഒരു കണ്ടസ്റ്റന്റ് ആണെന്നുള്ളൊരു ബോധ്യം വേണം. ഒരു മിനിറ്റ്. ഇതിനൊക്കെ നമ്മൾക്കില്ല 4 കൊടുക്കാം. ഓൾറെഡി എന്റെ സമയം കഴിയും. എനിക്ക് ഇറങ്ങാൻ സമയം. ജിതിനെ പറയാം, യെസ് ഓ നോ? എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഫേവറിസം ചെയ്യുന്നു എന്ന് അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇതിന്റെ ഒരു ഇതില് അങ്ങനെ പറയുകയാണെങ്കിൽ മതി അത്രയും കേട്ടാ മതി. ബാക്കി ഡിസ്കഷൻ ആണ്. നാദില അൺമ്യൂട്ട് ചെയ്യാം. കേൾക്കാമോ? നാദില, ഞങ്ങൾ ഈ ഗെയിം സെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഫേവറിസം ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഓക്കെ അൺമ്യൂട്ട് ചെയ്യാം. മൻസു ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. അല്ല എന്റെ ഒറ്റ ഒരു ചോദ്യം. മൻസൂറിന് തോന്നുന്നുണ്ടോ ഞങ്ങൾ ഈ ഗെയിം സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്? മനസ്സിലായില്ല. ഞങ്ങൾ ഈ ഗെയിം ഒരാള് പറയും. ഇവിടെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഒരു കണ്ടസ്റ്റന്റിനെ സെലക്ട് ചെയ്ത് വെച്ചേക്കാണ്. ഫേവറിസം കാണിക്കുകയാണെന്ന് മറ്റൊന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടുണ്ടോ? റീസൺ ഈ ഷോനെ വിന്നറാണ് മൻസു.
മൻസൂന് തോന്നുന്നുണ്ടല്ലോ വിന്നറാരാ? ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. വിന്നറാരാ പറ. സ്നേഹ. ഓക്കെ. മഞ്ജു ഇവിടെ വന്ന് നിക്കണേ. അല്ല ആരവി, മഞ്ജു ഇവിടെ വന്ന് നിക്കണേ. ഈ ഫിനാലെ വരെ ഇവിടെ വന്ന് നിക്കണേ. ഇതിനുള്ള ആൻസർ പിന്നീട് തരാം. ഒരു മിനിറ്റ് ഞാൻ വണ്ടിമളാണ്, ഞാൻ കട്ട് ചെയ്യണില്ല, ഞാൻ ഫോൺ പോക്കറ്റ് ഇടാൻ പോവാണ്. ഓക്കെ മ്യൂട്ട് ചെയ്യ്. അശ്വതി അൺമ്യൂട്ട് ചെയ്തേ. അശ്വതി അൺമ്യൂട്ട് ചെയ്യാ. അശ്വതിക്ക് തോന്നുന്നുണ്ട് ഞങ്ങൾ ഈ പറയുന്ന ഗെയിം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഫേവറിസം ഉണ്ടെന്ന്. ഈ പറയുന്ന സ്നേഹ പറയുന്ന വ്യക്തിയെ ജയിപ്പിക്കാൻ വേണ്ടി ഈ ഷോ നടക്കണേ. ഇല്ല എനിക്ക് തോന്നിയിട്ടില്ല. പോയിന്റ് ടേബിൾ ഇടുന്നത് നിങ്ങൾക്ക് കാണാനാ. ആ പോയിന്റ് ടേബിളിലെ പോയിന്റ്സ് ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങളിവിടെ ഫേവറിസം കാണിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. ഞങ്ങളിവിടെ പോയിന്റ് ഇട്ട് ഞങ്ങളിവിടെ ഹൈഡ് ചെയ്ത് വെക്കാൻ, ഞങ്ങളിവിടെ നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. പിന്നെ ധരിഷ്, നമുക്ക് ബാക്കി കാര്യങ്ങൾ നാളെ സംസാരിക്കാൻ. ചിലർക്കൊക്കെ ഇവിടെ ഭയങ്കര വാശിയാണ്. ഒരാൾക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കാത്ത തന്നെ ഫേവറിസമാണ് കേട്ടോ. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു എനിക്ക് സംസാരിക്കാൻ അവസരം തന്നില്ല. എനിക്ക് സംസാരിക്കാൻ കേൾക്കില്ല. നിങ്ങൾ പറയുന്ന പോലെ ഞാൻ സംസാരിക്കണോ? ഇവിടെ സംസാരിക്കാൻ ജിതിന് മുമ്പ് അവസരം ഒരുപാട് തവണ നിഷേധിച്ചിട്ടുണ്ട്. സരിതയ്ക്ക് അവസരം നിഷേധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സുബിത്തിന് അവസരം നിഷേധിച്ചിട്ടുണ്ട്. അങ്ങനെ പലർക്കും അവസരം നിഷേധിച്ചിട്ടുണ്ട്. കാരണം ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് സംസാരിക്കുന്നത്. ഞങ്ങളുടെ ഒരു ഹോസ്റ്റ് ആണ്, ഞങ്ങൾ ഇവിടെ ഷോയുടെ ബിഗ് ബോസിന്റെ പ്രതിനിധികളാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന രീതി ഞാൻ സംസാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞ ഒരു 100 കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഡേവിഡ് മ്യൂട്ട് ചെയ്യാം. ഇവിടെ പല കണ്ടക്ടറോടും ഞങ്ങൾ പലരും സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് ഇവിടെ ജിതിൻ ഇത് സംസാരിക്കുന്നതാണ്. ഇന്നാണ് വീക്കെൻഡ് എപ്പിസോഡിൽ ജിതിന് സംസാരിക്കാൻ അവസരം കിട്ടിയിരിക്കുന്നത്. പലതവണ അവസരം ജിതിനെ നിഷേധിച്ചിട്ടുണ്ട്. കാരണം ജിതിന്റെ സംസാര രീതി അത് ജിതിൻ തന്നെ സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. ജിതിൻ ക്ഷമ ചോദിച്ചിട്ടുണ്ട്. ഇതുപോലെ പല കൺസൻസിനെ നിഷേധിച്ചിട്ടുണ്ട്. പല കൺസൻസിനും അവസരം കൊടുത്തിട്ടുണ്ട്. അലനെ ആയാലും നിങ്ങൾ ഒട്ടും നിന്നിട്ടില്ല. എനിക്ക് സംസാരിക്കാൻ ഒട്ടും നിന്നിട്ടില്ല. ഞാനൊരു 100 കാരണങ്ങൾ പറഞ്ഞുതരാം. കേൾക്കണോ? മ്യൂട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ പല കണ്ടസ്റ്റൻസിനും അവസരം നിഷേധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവസരം തന്നിട്ടുമുണ്ട്. അത് എന്താണെന്നുള്ളത് യൂട്യൂബില് വീഡിയോ കിടപ്പുണ്ട്. നിങ്ങൾക്ക് പോയി കാണാം. നിങ്ങൾക്ക് പോയി കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ കണ്ടസ്റ്റൻസിനെ പ്രിൻസിനെ കൊടുക്കുമായിരിക്കും അവസരം. എനിക്ക് തന്നിട്ടില്ല. എന്നെ ഞാൻ നീന്ന് വിളിച്ച മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് പ്രശ്നമായത്. ഇയാളെന്ന് 100 പ്രാവശ്യം വിളിച്ചിട്ട് ഒരു സോറി അറിയിപ്പിച്ചില്ല. എന്നെ കൊണ്ട് നീന്ന് വിളിച്ചിട്ട് സോറി അറിയിപ്പിച്ചു. ഇവിടെ സേവിയർ എപ്പോഴും സംസാരിക്കാൻ ഒരിക്കൽ പോലും സമാധാനത്തിൽ വന്ന് സംസാരിച്ചിട്ടില്ല. ഇന്റർപ്രറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. എപ്പോഴും ഫ്രസ്ട്രേഷനിലേ സംസാരിച്ചിട്ടുള്ളൂ. ഡേവിഡ് സംസാരിക്കാൻ ഇപ്പൊ കാരണങ്ങൾ പറയുന്നതിന് നിങ്ങൾ ഫ്രസ്ട്രേഷൻ എന്ന് പറയണ്ട കേട്ടോ. ഒരാളെ മോശപ്പെടുത്തുന്ന ക്യാരക്ടർ പറയണ്ട. ഞാൻ എന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ മോശക്കാരെന്ന് പറഞ്ഞു എനിക്ക് പറയാൻ നിങ്ങൾ അവസരം തരുന്നില്ല. പിന്നെ ഞാൻ സംസാരിക്കട്ടെ? തന്നാ മതി. ആദ്യം മ്യൂട്ട് ആയിരിക്കും. ഞാൻ പറയട്ടെ, ഇവിടെ ഒരു സെലിബ്രിറ്റി ഹോസ്റ്റ് ആണ് നിൽക്കുന്നുണ്ടെങ്കിൽ ഇവർ ഈ രീതിയിൽ സംസാരിക്കും. ഇവിടെ ഒരു മോശമായിട്ടില്ല. നിങ്ങൾ കണ്ടന്റ് മോശമായിട്ട് പറയുന്നത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, തിരുത്തി കൊടുത്തിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കണ്ടന്റ് സംസാരിക്കാൻ അവസരം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഫ്രസ്ട്രേഷൻ നമ്മളടുത്ത് തീർക്കാൻ വരുന്നവരടുത്ത് മാത്രം നമ്മൾ അവസരം നിഷേധിച്ചിട്ടുണ്ടോ? അത് തിരുത്തി വന്നവർക്ക് സംസാരിക്കാൻ അവസരം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വാശി കാണിച്ചിരിക്കുന്ന ചിലർക്ക് അവസരം ഇനി തരില്ല. അതിവിടെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് സംസാരിക്കാൻ ആവശ്യമില്ല. നമുക്ക് ഈ ഷോ ഇന്നത്തെ എപ്പിസോഡിൽ ആദിത്യ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക്